കർത്താവിൻ്റെ ധന്യമുള്ള നാമം ഈ സന്ധ്യാസമയത്തും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്കറിയാം ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടു എങ്കിലും ഈ പകലിലും ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിനാലൊരുക്കുന്ന വലിയ അവസരങ്ങൾക്കായി ഞാനൊരു ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി പരിമിതികൾക്കകത്താണ് നാം ഈ പട്ടണത്തിനകത്ത് ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്. ഞാൻ കൊതിക്കുന്നു ഈ പട്ടണത്തിൻ്റെ നടുവിൽ ദൈവം നമുക്ക് സ്വന്തമായൊരിടം തരാൻ പോകുന്നതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. അതെൻ്റെ വിശ്വാസമാണ്. അത് ദൈവം ചെയ്യുമെന്ന് ഒരു ഉറപ്പ് എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന 1-2 ചിന്തകൾ മാത്രം വേഗത്തിൽ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകങ്ങളെ തുറക്കാമോ? എബ്രായ ലേഖനം 11 അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കുക. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പ് സാക്ഷ്യം പ്രാപിച്ചു. മതി. നല്ല വചനത്തിനായി എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുക. പ്രിയരെ, എബ്രായ ലേഖനം 11 അധ്യായം ഞാൻ എപ്പോഴും ചിന്തിക്കുമ്പോഴും പറയാമേ, വചനങ്ങൾ ധ്യാനിക്കുമ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ആഴമേറിയൊരു സത്യമെന്ന് പറയുന്നത് ഒരു 12 അധ്യായത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് കാണാൻ കഴിയുന്നത്. 12:1 പറയുന്നു, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ പാപവും പുറകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. എങ്ങനെ ഓടണമെന്ന് അടുത്ത പദത്തിൽ പറയുന്നതുകൊണ്ട്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി ഓടണം. ആഴമേറിയ ആശയം അതിനകത്ത് കിടപ്പുണ്ട്. പുതുനിയമസഭയിൽ ദൈവസഭ അല്ലെങ്കിൽ നാം ഉൾപ്പെടെയാകുന്ന വിശ്വാസ സമൂഹം ഒരു ഓട്ടക്കളത്തിലാണ് എന്ന രീതിയിലാണ് ധന്യനായ പൗലോസ് അവിടെ പരിചയപ്പെടുത്തുന്നത്. അവിടെ പരിചയപ്പെടുത്തിയിട്ട് ഒരോട്ടക്കളത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലൊക്കെ കൊണ്ടു നിർത്തിയിട്ട് അടുത്ത 11 അധ്യായം താൻ പരിചയപ്പെടുത്തുന്നത് വിശ്വാസത്തിൻ്റെ വീരന്മാരെ പറ്റിയാണ്. അനേകരുണ്ട്. അനേകം വിശ്വാസത്തിൻ്റെ പോർക്കളത്തിൽ ധീരതയോടെ വിശ്വാസത്താൽ നിന്ന് ഒത്തിരി ഭക്തന്മാരുടെ ചരിത്രം, ഹാബേൽ മുതലുള്ള ആദിഗായകന്മാരായ വിശ്വാസ വീരന്മാരെ വരച്ചു കാണിച്ചിട്ട് നമ്മെയും ഓർമ്മപ്പെടുത്തുകയാണ്, വീണുപോകാതെ ഓടണം. അതിനകത്ത് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നാം അടർത്തിയെടുത്ത് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുൻപിൽ നിർത്തിയിരിക്കുന്നത്. എബ്രായ ലേഖനം പൗലോസിൻ്റെ ഈടുറ്റ ലേഖനങ്ങളിൽ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ലേഖനമാണ്. ദൈവസഭയുമായിട്ടുള്ള എബ്രായ വിശ്വാസികളുമായുള്ള ബന്ധത്തിലൊക്കെയാണ് എബ്രായ ലേഖനം ഊന്നൽ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആഴമായ സന്ദേശം എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ പ്രാക്ടിക്കൽ ലൈഫ്, ക്രിസ്ത്യൻ പ്രാക്ടിക്കൽ ലൈഫിന് പ്രാധാന്യം കൊടുത്ത് പൗലോസ് എബ്രായ ലേഖനത്തിനകത്ത് വ്യക്തമായി വരച്ചു കാണിക്കുന്നുണ്ട്. അതിനകത്താണ് നാം വായിച്ച വിശ്വാസ വീരന്മാരുടെ ചരിത്രമൊക്കെയും നമ്മുടെ മുൻപിൽ ഓരോന്നായി എടുത്തു നിർത്തി പൗലോസ് വ്യക്തമായി ദൈവസഭയെ ഓർമ്മപ്പെടുത്തുകയാണ്, വീണുപോകാതെ ഓടണം. തീമോഥെയോസിന്റെ ലേഖനത്തിൽ അതേ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു. എന്ന് പറയാനുള്ള കാരണമെന്നു പറയുന്നത്, ഒരു കാലഘട്ടത്ത് അനേകർ ഈ പോർക്കളത്തിനകത്ത് അല്ലെങ്കിൽ ഈ ഓട്ടക്കളത്തിനകത്തുനിന്ന് വീണുപോയ അനേകരുണ്ട്. പക്ഷേ അതിൻ്റെ മടുവിൽ വീഴാതെ നിന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഈ പകൽക്കാലം ഇതിനകത്ത് വന്നിരിക്കുമ്പോഴും ഇവിടെ ഒത്തിരി പ്രതിസന്ധികളും ആകുലതകളും ഒത്തിരി പരിമിതികളൊക്കെയും നമ്മുടെ മുൻപിൽ വെളിപ്പെടുമ്പോഴും ശങ്കയ്ക്ക് വകയില്ലാതെ ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, വീണുപോകാതെ ഓടണം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് ഫിലിപ്പിയ ലേഖനം എഴുതുന്നത് കാരാഗ്രഹ ലേഖനമാണ്. ഫിലിപ്പിയ ലേഖന കാരാഗ്രഹത്തിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ ഒന്ന് നിവർന്നു നിൽക്കാൻ കഴിയാത്ത ഏകദേശം 3.25 അടിയോ 3.5 അടിയോ പൊക്കം മാത്രമുള്ള ഒരു വലിയ വെട്ടിയുണ്ടാക്കിയ കുഴി പോലെയുള്ളൊരു കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്ന മനുഷ്യൻ ഫിലിപ്പിയ ലേഖനത്തിനകത്ത് പറയുന്നൊരു പദമുണ്ട്, കർത്താവിൽ നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ഒന്ന് ചിന്തിച്ചേ, കാരാഗ്രഹത്തിനകത്ത് കടന്നുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പി. ഇന്ന് പകൽക്കാലം ഒത്തിരി പരിമിതികൾ ഉണ്ടെങ്കിലും അതിനേക്കാൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ഇവിടെ വന്നിരിക്കുമ്പോഴും നമുക്ക് മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കഴിയാതെ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം നടത്തിയ ഇമ്മലകളുടെ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയാതെ എവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് ഭാരമേറുമ്പോൾ ഈ പകൽക്കാലം ചിന്തിച്ചോണ്, ഭക്തന്മാർ ഭാരം ചുമന്നവരല്ല, ഭക്തന്മാർ തൻ്റെ ഭാരം കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടാ ഓടിയത്. ഈ പകൽക്കാലം നമ്മുടെ ഭാരത്തെ, നമ്മുടെ മുറുകെ പറ്റുന്ന പാപത്തെയൊക്കെ വിട്ടൊന്നോടിയ എത്തേണ്ടടുത്ത് എത്താൻ നമുക്ക് ഇടവരുത്തും. ഹല്ലേലൂയ. അതിനകത്ത് നാം കാണുന്നത് ശക്തമായ ഒരു കൂട്ടം വിശ്വാസവീരന്മാരുടെ ചരിത്രമാണ്. അവിടെ കാണാൻ കഴിയുന്ന പദങ്ങൾ എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ചിലർ തീയുടെ ബലത്തെ കെടുത്തി, ചിലർ സിംഹത്തിൻ്റെ വായെ അടച്ചു. അടുത്തതാണ് സങ്കടം. ചിലർ കർത്താവിൻ്റെ നാമത്തെ പ്രതി ഭേദ്യം ഏറ്റു. എല്ലാവരും തീയുടെ ബലം കെടുത്തിയില്ല, എല്ലാവരും സിംഹത്തിന്റെ വായ അടച്ചില്ല. പക്ഷെ തന്നെത്താൽ ദൈവനാമത്തിനു വേണ്ടി മരണത്തെ സ്വീകരിക്കേണ്ടി വന്ന അനേക ഭക്തന്മാരുണ്ട്. പക്ഷേ അവർക്ക് ഈ ലോകത്തിന്റെ മുൻപിൽ പരാജയമെന്ന് തോന്നിയാൽ മറുകരയിൽ വച്ച് ദൈവം അവർക്ക് വേണ്ടി റിവാർഡുകളെ, ദൈവത്തിന്റെ ദാനങ്ങളെ വിഭജിക്കുമ്പോൾ ദൈവം അവർക്ക് അവർ ഓടിയതിന് അധ്വാനിച്ചതിനൊത്തവണ്ണം പ്രതിഫലം ിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് പകൽ വിശ്വസിച്ചോണ്, ദൈവത്തിന് വേണ്ടി ഭേദ്യമേറ്റവരായിരിക്കും അധികം നന്മ പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരും തീയുടെ ബലം കെടുത്തണമെന്നില്ല, എല്ലാവരും സിംഹത്തിന്റെ വായെ അടയ്ക്കണമെന്നില്ല. വച്ചിരിക്കുന്ന ശുശ്രൂഷ വ്യക്തതയോടെ ചെയ്യുക, വച്ചിരിക്കുന്ന ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുക. ഏത് താഴ്ചയിലാണേലും ഏത് ഉയർച്ചയിലാണേലും കർത്താവിനെ മറന്നു പോകാതെ ഒരു ജീവിതം ജീവിക്കുക, കർത്താവിനെ വിട്ടുപോകാതെ ഒരു ജീവിതത്തിനുടമയായി മാറാം. ഈ പകൽക്കാലം സമർപ്പണമുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തിനോടൊന്ന് പറ, കർത്താവേ ഈ പകൽക്കാലം എത്ര പ്രതിസന്ധികളും പ്രതികൂലങ്ങൾ വന്നാലും തകർന്നു പോകാതെ നിൽക്കാ. എൻ്റെ ജീവിതത്തിനകത്ത് ഒരു അഭിഷേകത്തെ, ഒരു കൃപയെ ഈ പകൽക്കാലം നൽകണമേ. ഹല്ലേലൂയ. അതായിരിക്കണം ഒരു ക്രിസ്തു ഭക്തന്റെ പ്രാർത്ഥന. പൗലോസ് വീണുപോയ അനേകരുടെ ചരിത്രം പരിചയപ്പെടുത്തുമ്പോഴും വീണുപോകാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന അനേക വ്യക്തികളെ വരച്ചു കാണിക്കുകയാണ്. വീണുപോയവരെ എടുത്ത് നിർത്താൻ അനേകരുണ്ട്. പക്ഷേ അവിടെയൊന്നും പരിചയപ്പെടുത്താതെ കർത്താവിന് വേണ്ടി ധീരതയോടെ നിന്ന വ്യക്തികളെ 11-ാം അധ്യായത്തിൽ പരിചയപ്പെടുത്തുകയാണ്. സിമ്പിളായി ഞാനൊരു കാര്യം പറയാം, ഈ വിശ്വാസ ജീവിതം വിജയിക്കണമോ, ദൈവം തന്ന ഈ നല്ല ജീവിതം, ദൈവം തന്ന ഈ കൊച്ചു ജീവിതം, വചനം പറയുന്നു ഏറെയായാൽ 70 അതിൻ പ്രതാപം കഷ്ടത മാത്രമാണ്. കൂടിപ്പോയ 80 അല്ലെങ്കിൽ 70. മോശയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 4 വിരൽ നീളം, 4 വിരൽ മാത്രമേ നീളമുള്ളൂ. ഇതൊക്കെ വേഗത്തിൽ കഴിയും. ഈ കൊച്ചു ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി മാറണോ, നിന്റെ ജീവിതത്തിനകത്ത് ക്രിയേറ്റ് ആകേണ്ടതൊന്ന് വിശ്വാസമാണ്.
നിന്റെ ജീവിതത്തിനകത്ത് ക്രിയേറ്റ് ആകേണ്ടത് നിന്റെ വിഷയത്തിൻ്റെ വലിപ്പമല്ല, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയുടെ വലിപ്പമല്ല. നിന്റെ ജീവിതത്തിനകത്ത് ക്രിയേറ്റ് ആകേണ്ടത് വിശ്വാസമാണ്. വിശ്വാസമുള്ളവന് മാത്രമേ ഈ ലോകത്തെ ജയിക്കാൻ കഴിയത്തുള്ളൂ. ഈ വിശ്വാസമുള്ളവന് മാത്രമേ ഈ പോർക്കളത്തിൽ വിജയം കൈവരിക്കാൻ കഴിയത്തുള്ളൂ. ഈ പകൽക്കാലം ഒന്നും പ്രാർത്ഥിച്ചില്ലേൽ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ, വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. പ്രിയരെ, നമ്മെ വിളിക്കുന്നൊരു പേരുണ്ട്. എന്താ നമ്മെ വിളിക്കുന്നൊരു പേര്? വിശ്വാസികളെന്ന. പക്ഷേ വിളിക്കുന്ന വിളിയും നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പലരും നമ്മെ തന്നെ പരിചയപ്പെടുത്തുന്നു, ദൈവദാസനെ ഞാനൊരു വിശ്വാസി ആണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, വിശ്വാസി എന്ന് പറയുന്ന നിന്റെ ഹൃദയത്തിനകത്ത് വിശ്വാസമുണ്ടോ? ഹലോ, വിശ്വാസി എന്ന് നീ പറയുന്ന നിന്റെ ഹൃദയത്തിനകത്ത് വിശ്വാസമുണ്ടോ? നമുക്കിന്ന് പകൽ ദൈവത്തെക്കാൾ വിശ്വാസം വേറെ പലതിനെയാണ്. അമ്മേ, നമുക്ക് ദൈവത്തെക്കാൾ വിശ്വാസം വേറെ ആരുടെയൊക്കെ വാക്കുകളെയാണ്. നമുക്ക് ദൈവത്തെക്കാൾ ആശ്രയിക്കുകയും നമ്മൾ വലുതായി കാണുന്നത് വേറെ പലതിനെയുമാണ്. പക്ഷേ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവനെ ഒരു വിജയകരമായ ജീവിതം നയിക്കപ്പെടുന്നത് അവൻ്റെ ജീവിതത്തിനകത്തുള്ള പണമല്ല, അവൻ്റെ പദവികളല്ല, അവൻ്റെ ആരോഗ്യവും സൗന്ദര്യവുമല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ മുന്നോട്ട് നയിക്കുന്നത് വിശ്വാസമാണ്. അമ്മേ, ഈ പകൽക്കാലം വിശ്വാസത്തിനകത്ത് എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ പകൽ ദൈവത്തോട് പറയണം, കർത്താവേ എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. ഈ പകൽക്കാലം വിശ്വാസം വർദ്ധിച്ചാൽ മാത്രമേ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയൂ. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യാൻ കഴിയൂ. ഈ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം വിശ്വാസം വാക്കിലല്ല വേണ്ടത്, വിശ്വാസം പ്രവൃത്തി തലത്തിൽ വേണം. ഹല്ലേലൂയ. വിശ്വാസം എങ്ങനെ വേണം? വിശ്വാസം പ്രവൃത്തി തലത്തിൽ വേണം. നമ്മുടെ കൂടാരത്തിനകത്ത് ഒത്തിരി പ്രതിസന്ധിയാണെങ്കിൽ, ഒത്തിരി പ്രതികൂലമാണെങ്കിൽ ഇറങ്ങി നിന്നിട്ട് പറയണ, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ പറഞ്ഞത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. അതാണ് വിശ്വാസം, അതാണ് വിശ്വാസി. ഈ പകൽക്കാലം ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി മാറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് വിശ്വാസം ഓപ്പറേറ്റ് ആകണം. അമ്മേ, അങ്ങനെ വിശ്വാസം ഓപ്പറേറ്റ് ആയ ഒരു കൂട്ടം വിശ്വാസ വീരന്മാരുടെ ചരിത്രമാണ് ആമേ എബ്രായ ലേഖനം 11 അധ്യായത്തിനകത്ത് കാണാൻ കഴിയുന്നത്. പ്രിയരെ, വിശ്വാസി എന്ന വാക്കിനർത്ഥം തന്നെ വിശ്വാസം ഉള്ളവരെന്ന. അമ്മേ, എൻ്റെ ചോദ്യം, വിശ്വാസം ഉണ്ടെന്ന് പറയുന്ന നിന്റെ ജീവിതത്തിനകത്ത് എന്തേലും വിശ്വാസമുണ്ടോ? പോട്ടെ, ഒന്നുമില്ലേലും എന്താണ് വിശ്വാസം? എന്താണ് വിശ്വാസം? ഒരാൾക്കെങ്കിലും എന്താണ് വിശ്വാസമെങ്കിലും അറിയാമല്ലോ. ഇനി നിങ്ങളെല്ലാം സൺഡേ സ്കൂൾ പഠിപ്പിക്കേണ്ട ഗതികേടാ. അമ്മേ, എന്താണ് വിശ്വാസം? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഒന്നും കൂടെ പറഞ്ഞാട്ടോ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കണേ, നമ്മൾ കണക്കില് 10 പഠിച്ചപ്പോൾ, +1 പഠിച്ചപ്പോൾ, +2 പഠിച്ചപ്പോൾ ഒരു ഫോർമുല പഠിച്ചു. പാസ്റ്ററെ, ആ ഫോർമുല ഉള്ളത് കൊണ്ട് കണക്കേ പഠിക്കാതെ പഠിത്തേ. അമ്മേ, പക്ഷെ ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തക അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഫോർമുലയുണ്ട്. അമ്മേ, കണക്ക് പഠിച്ചില്ലേലും ജീവിതമൊന്നും തകരില്ല. അമ്മേ, ശരി, കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റുവന്നേ, പക്ഷെ ഇത് പഠിച്ചില്ലെങ്കിൽ ജീവിതം തകരാൻ സാധ്യതയുണ്ട്. അമ്മേ,
ഇന്ന് പകൽക്കാലം എന്താണ് വിശ്വാസം എന്നൊരു ഫോർമുല ഞാൻ പഠിപ്പിക്കാൻ പോവാ. ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇതെങ്കിലും പഠിച്ചോണം. ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇതെങ്കിലും പഠിച്ചോണം. നിങ്ങൾ പറയും, പാസ്റ്ററെ പണ്ടേ പഠിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് പഠിത്തേ നിർത്തിയത്. ഇവിടെയും അമ്മേ, ഇന്ന് പകൽ ജീവിതം രക്ഷപ്പെടണോ? നിന്റെ ജീവിതത്തിനകത്ത് ഇത് വെളിപ്പെടണം. ഇന്ന് പകൽക്കാലം നമ്മൾ പഠിക്കാൻ പോവാ. എന്താ? ആശിക്കുന്നതിൻ്റെ ഉറപ്പ് പ്ലസ്, നിങ്ങളെല്ലാവരും പറയണം, ഇല്ലെങ്കിൽ ഞാൻ എഴുന്നേൽപ്പിച്ച് പറയിപ്പിക്കും. ലൈവ് ഒന്നുമില്ല. ആശിക്കുന്നതിൻ്റെ ഉറപ്പ് പ്ലസ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ഈക്വൽ ടു വിശ്വാസം. മനസ്സിലായോ? ആശിക്കുന്നതിൻ്റെ ഉറപ്പ് പ്ലസ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ഈക്വൽ ടു വിശ്വാസം. അപ്പൊ വിശ്വാസം എന്താ? ആശിക്കുന്നതിൻ്റെ ഉറപ്പ് പ്ലസ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിശ്വാസി വിശ്വസിക്കേണ്ടത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. അവൻ വിശ്വസിക്കേണ്ടത് കണ്ടതല്ല, കാണാത്തത് ഉറയ്ക്കണം. ഈ പകൽ ആത്മാവിൽ ഞാൻ ചലഞ്ച് ചെയ്യുക. ഇവിടെ ഇരിക്കുമ്പോൾ ജീവിതം ശൂന്യമാണെങ്കിൽ ഇന്ന് പകൽ നീ ഉറയ്ക്കണം. എന്ത്? കണ്ടതല്ല, കാണാത്ത ചിലവ് നിന്നിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് എൻ്റെ ദൈവത്തെ ആരാധിച്ചു തുടങ്ങണം. ഈ പകൽ കണ്ടതല്ല കുഞ്ഞെ നിന്റെ ഭാവി, ഇനി കാണാൻ പോകുന്നതാണ് നിന്റെ ഭാവി. കണ്ടതല്ല നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നത്. കാണാത്ത ഏതൊക്കെ മണ്ഡലത്തിൽ എൻ്റെ ദൈവം നിനക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ചില ദൈവിക പദ്ധതികളുണ്ട്. കരമടിച്ച് ആഴമായി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ പകൽ വിശ്വസിക്കുക. കണ്ടതല്ല, കാണാത്ത ചിലത് വെളിപ്പെടാൻ പോകുകയാണ്. കണ്ടത് വിശ്വസിക്കുന്നതിനേക്കാൾ പ്രിയരെ, ആരാണ് വിശ്വാസമുള്ളവൻ? കണ്ടതല്ല, കാണാത്തത് കണ്ടതുപോലെ വിശ്വസിക്കുക. ആമേൻ. അവൻ ഒന്നാശിക്കുക, അതിലുറയ്ക്കുക. കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് അവൻ നിശ്ചയിക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈ പകൽക്കാലം കണ്ടത് നീ വിശ്വസിക്കരുത്. ഒരുപക്ഷെ ഈ ഹാളിനകത്ത് കയറി വരുന്നതിന് മുമ്പ് ഏതൊക്കെ തകർച്ചകൾ കണ്ടിട്ടായിരിക്കാം കയറി വന്നേ. ഏതൊക്കെ ഡോക്ടർ റിപ്പോർട്ട് കണ്ടിട്ടായിരിക്കാം വന്നത്. ഒരുപക്ഷെ സങ്കടപ്പെടുത്തുന്ന ഏതോ മെസ്സേജ് കണ്ടിട്ടായിരിക്കാം ഈ ഹാളിനകത്ത് കയറി വന്നത്. ഇന്ന് പകൽക്കാലം കണ്ടതല്ല, കാണാത്തത് വിശ്വസിക്കുക. എന്ത് വിശ്വസിക്കണം? ദൈവം നിന്നോട് പറഞ്ഞത് വിശ്വസിക്കണം. സാഹചര്യമല്ല, വൈദ്യൻ പറഞ്ഞതല്ല, ഉലകത്തിലേതോ വ്യക്തി പറഞ്ഞതല്ല. ഇന്ന് പകൽക്കാലം ദൈവം പറഞ്ഞത് വിശ്വസിച്ച ഈ 2025 ജൂലൈ മാസം കഴിയുന്നതിന് മുമ്പ് കാണാത്ത ചില ദൈവമകത്ത് നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടും കേട്ടോ. നിന്റെ സഭയ്ക്കകത്ത് വെളിപ്പെടും, നിന്റെ തലമുറയുടെ ഭാവിക്കകത്ത് വെളിപ്പെടും, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെടും. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് വായ്കളെ തുറന്നെന്റെ ദൈവത്തിന് നല്ല ആരാധന കൊടുത്താട്ടെ. ഈ പകൽക്കാലം അങ്ങനെ ഒരു ദൈവാത്മാവിന്റെ ചലനം ഈ ഹാളിനകത്ത് സംഭവിക്കുക. കണ്ടതല്ല, കാണാത്ത ചിലത് എൻ്റെ ദൈവ സന്നിധിയിൽ ഈ പകൽ വിശ്വസിച്ചു കഴിഞ്ഞ് നിന്റെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം അത് വെളിപ്പെട്ടു വരും. വൈഡാബാല ഹർത്തമാന ധാര 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 വൈഡാബാല ശരാധര ചരേഖമാന വൈഡമാന ഉറിബല ചരീധരംധരാരകൾ കമാന ധരഘടകധരാരികൾ ഖമ അർത്ഥരാജകം ധരാരികൾ ഖമാന ധരഘടക ധുരാരികൾ ഖമ റിവാര ധരഘടക ധരാരികൾ ഖമാന ധരഘടക ചരാരികൾ ഖമ ഓ ശവാരബലഘടക ബരാരികൾ ഖമ റിഗം ധരാരികൾ ഖമാന ധരഘടക ധരാരികൾ ഖമ. ഇന്ന് പകൽക്കാലം എന്ത് വിശ്വസിക്കണം? കാണാത്തത് വിശ്വസിക്കണം. ആ പദം ഒന്ന് പറഞ്ഞാട്ടെ. കാണാത്തത് വിശ്വസിക്കണം, കാണാത്തത് വിശ്വസിക്കണം. അമ്മേ,
തോമസിനോട് ദൈവം ഒരിക്കൽ പറയുന്നുണ്ട്, കണ്ട് വിശ്വസിക്കുന്നതിനേക്കാൾ കാണാതെ വിശ്വസിക്കുന്നത് നല്ലത്. നല്ലത് അങ്ങനെയുള്ളവനാണ് ഭാഗ്യവാൻ. ഇന്ന് പകൽക്കാലം നമ്മൾ കണ്ടേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞിരിക്കരുത്, എങ്കിൽ നീ ഒന്നും കാണത്തൂല്ല. ഹല്ലേലൂയ. കണ്ടിട്ടല്ലൊരു ദൈവ പൈതൽ വിശ്വസിക്കേണ്ടത്, കാണാതെ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചവരുടെ ചരിത്രമാണ് ഹാബേൽ മുതലുള്ള ആദ്യഗായകന്മാരുടെ ചരിത്രം. പൗലോസ് എഴുതി തിട്ടപ്പെടുത്തിയിരിക്കുന്ന ഓരോ പേര് നിങ്ങളൊന്ന് കീറി മുറിച്ചൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ അകത്തളത്തിൽ അവർ കണ്ടത് വിശ്വസിച്ചവരല്ല, അവർ കാണാത്തത് വിശ്വസിച്ചവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോഹയെടുത്ത് അവചനം പറയുന്നു, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ദൈവത്തിന്റെ കൃപ ലഭിച്ച നോഹയോട് പറഞ്ഞു, ഞാൻ ജലപ്രളയത്തെ വരുത്താൻ പോകുകയാണ്. ഭൂമിയിൽ മഴ പെയ്യാൻ പോകുകയാണ്. നോഹയ്ക്ക് ഇന്ന് നമുക്ക് മഴ എന്തെന്ന് പറഞ്ഞ ഒരു 5 മിനിറ്റ് മുമ്പ് ഇവിടെ തകർത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ പുറത്തൊക്കെ നോക്കിയിട്ട് മഴ പെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ക്ലോസ്ഡ് റൂം ഹാളിനകത്തായിട്ട് നമ്മൾ അറിയുന്നില്ല, എങ്കിലും മഴ പെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മഴ എന്തെന്ന് ചോദിച്ചാൽ നമുക്കറിയാം മഴ എന്താണെന്ന്. ഹല്ലേലൂയ. പക്ഷെ നോഹയോട് ചോദിച്ചേ, നോഹ നീ മഴ കണ്ടിട്ടുണ്ടോ? നോഹ പറയും, ഇല്ല ദൈവദാസനെ, ഞാൻ മഴ കണ്ടിട്ടില്ല. നോഹയുടെ കാലത്ത് കൃഷി ചെയ്തിരുന്നത് മഞ്ഞ് വീണാണ് കൃഷി ചെയ്തിരുന്നത്. രാത്രിയാവുമ്പോൾ മഞ്ഞ് വീഴും. വീണ മഞ്ഞ് രാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അതിന്റെ ചൂടുകൊണ്ട് മഞ്ഞുരുകി വെള്ളമായി മാറും. ആ വെള്ളം നിലത്തിറങ്ങിയാണ് കൃഷി ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞ നോഹയുടെ കാലത്ത് നോഹയ്ക്ക് മഞ്ഞറിയാം, പക്ഷെ മഴ അറിയില്ല. പക്ഷെ നോഹയോട് പറയുക, ഞാൻ മഴയോ ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോകുക. പക്ഷെ നോഹ പറഞ്ഞില്ല, ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കത്തില്ല. നോഹ പറഞ്ഞില്ല, കർത്താവ് ഈ പരിപാടിക്ക് ഞാൻ ഇല്ല. മഞ്ഞായിരുന്നെങ്കിൽ ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ എന്തെന്ന് പോലും അറിയാത്ത നോഹ, പക്ഷെ വചനം പറയുന്നു, വിശ്വാസത്താൽ നോഹ ദൈവത്തിന് വേണ്ടി പെട്ടകം പണിതു. എന്തെന്ന് പറഞ്ഞ അവൻ കണ്ടില്ലേലും ദൈവം പറഞ്ഞ വാക്ക് അതുപോലെ വിശ്വസിച്ചു. അവൻ ചുമ്മായിരുന്നല്ല, അവനും അവന്റെ കുടുംബത്തിനും വേണ്ടി. അങ്ങനെയാണ് എബ്രായ ലേഖനം പറയുന്നത്, ദേശക്കാർക്ക് വേണ്ടിയല്ല, അവനും അവന്റെ കുടുംബത്തിന് വേണ്ടി അവൻ പെട്ടകം പണിതു. ഇന്ന് പകൽ നിന്നെ ആര് പോഷണം എന്ന് പറഞ്ഞാൽ, ആരും നിന്നെ പരിഗണിച്ചില്ലേല്, ഈ പകൽ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങിയ വ്യക്തിയാണോ, കണ്ടതല്ല കാണാത്തത് വിശ്വസിക്കുക. കണ്ടതല്ല പ്രിയരെ, കാണാത്തത് വിശ്വസിക്കുക. അവന്റെ തലമുറയിൽ ആരും കാണാത്ത മഴ അവന്റെ കാലഘട്ടത്തിൽ പെയ്തിറങ്ങാൻ കാരണം നോഹ വിശ്വസിച്ചതുകൊണ്ട്. വചനം പറയുന്നു, അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങി വാ. ഒറ്റ വാക്ക് ഉള്ളൂ അബ്രഹാമിനോട് പറഞ്ഞുള്ളൂ. അബ്രഹാം ചോദിച്ചില്ല ഏത് ദേശം, അങ്ങനെ ഒരു ദേശമുണ്ടോ, എനിക്ക് ലഭിക്കുമോ എന്നൊന്നും അബ്രഹാം ചോദിച്ചില്ല. ദൈവത്തിന്റെ വാക്ക് കേട്ടത് അവൾ കാണാത്ത ദേശത്ത് കണ്ടതുപോലെ ഇറങ്ങി തിരിച്ചെങ്കിൽ ഈ പകൽക്കാല 2025 ജൂലൈ മാസത്തിൽ ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തു നിന്ന് ഈ ദൂത് ഞാൻ കൈമാറുമ്പോൾ ഒരു പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നീ കേട്ട വാഗ്ദത്തമായിരിക്കുക, പ്രവാചകന്മാരിലൂടെ ദൈവദാസന്മാരിലൂടെ നീ കേട്ട ദൈവ ശബ്ദങ്ങളായിരിക്കുക. ഇന്നും നീ കണ്ടില്ല, പക്ഷെ നീ വിശ്വാസത്തോ അത് നടക്കുമെന്ന് കരുതി നീ സഞ്ചരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആത്മാവിലൊരു ദൂത് കൈമാറ. എത്ര കൊടുങ്കാറ്റടിച്ചാൽ, എത്ര പ്രതിസന്ധികൾ വെളിപ്പെട്ടാൽ, ആരെല്ലാം നിനക്കെതിരായി തീർന്നാൽ, എന്റെ ദൈവം പറഞ്ഞ വാക്ക് നിവർത്തിപ്പാ. എന്റെ ദൈവം ശക്തനാണ്, എന്റെ ദൈവം ശക്തനാണ്. ഇന്ന് പകൽക്കാലം മഴ കണ്ടില്ലേലും കാറ്റ് കണ്ടില്ലേലും ഇന്ന് പകൽ ദൈവം പറഞ്ഞ വാക്ക് നിവർത്തിപ്പാൻ അവൻ ശക്തനാണ്.
വൈഡപരംധുര വൈഡപരംധര വൈഡപരകമാറി പരവച്ചപരംധര വൈഡ. ഈ പകൽക്കാല വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ. ആരുടെയൊക്കെ ശിരസിൽ കരം വെച്ച് ആത്മാവ് ദൂത് കൈമാറുക. നീ കണ്ടിട്ടില്ലാത്ത ചില മേഖലകളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുന്നു. നീ കണ്ടിട്ടില്ലാത്ത ചില മേഖലകളുടെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോകുക. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവ പ്രവർത്തികൾ ഈ പട്ടണത്തിനകത്ത്. കരമടിക്കുമെങ്കിൽ മമ്മ, അന്യഭാഷ പറയുന്നെങ്കിൽ മമ്മ, ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ മമ്മ, ഈ പകൽ ആരുടെയൊക്കെ ദൈവാത്മാവ് ഇടപെടുകയാണ് കേട്ടോ. ഇന്ന് പകൽക്കാല കൈയടിക്കാൻ വേണ്ടി പറയുമല്ല, കൈയടിച്ചാലും ഇല്ലല്ലോ. ഈ പകൽക്കാല ദൂതാമയം പറഞ്ഞ് സ്വീകരിക്കുക. ഒരു തലമുറയെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ലോകരാജ്യങ്ങളിലിരുന്ന് ഞങ്ങളെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ഈ പകൽ നിന്റെ ജീവിതത്തെ ആകമാനം തിരിക്കാൻ കഴിയുന്ന ദൈവിക വിശ്വാസത്തിന്റെ ആഴ് നിന്റെ ഹൃദയത്തിനകത്ത് ഇന്ന് പകൽ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഇതുവരെ കാണാത്ത ചില മഹത്വം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ വകയാ. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറ, കാണാത്ത ചിലത് കാണാൻ പോവുക. ഒന്ന് കൊടുത്തു പറഞ്ഞാട്ടെ, കാണാത്ത ചിലത് നീ കാണാൻ പോവുക. എന്തുകൊണ്ട്? നിന്റെ ഹൃദയത്തിൽ വിശ്വാസം വർക്ക് ചെയ്യുക. ഇതുവരെയും കേട്ട ദൈവശബ്ദം നിന്നിൽ വെളിപ്പെടാത്തത് വിശ്വാസം ആക്റ്റീവായില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ഒരു പൊട്ടനെ പോലെ, പൊട്ടിയെ പോലെ ഈ പകൽ വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ വലിയ കരം ചലിക്കുക. ഈ പകൽ അങ്ങനെ ഒരു ദൂത് ദൈവാത്മാവ് വ്യക്തമായി ചിലരുടെ തലമേൽ കൈവച്ച് ഇന്ന് പകൽ ദൂതന്മാർ ഇറങ്ങി ചിലരെ ശുശ്രൂഷിക്കത്തക്ക നിലവാരത്തിൽ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ തല ഈ പകൽക്കാലം വെളിപ്പെടുകയാണ്. അക്ഷരീരമായി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുക. ഇന്ന് പകൽക്കാലം ലോകത്തിൻ്റെ മുൻപിൽ നീ ഭോഷനായി തീർന്നേക്കുക. ഇന്ന് പകൽക്കാലം ഒരു ഗതിക്കും പരഗതിയില്ലാത്ത വ്യക്തിയെന്ന് നീ മുദ്ര കൊണ്ട് കുത്തപ്പെട്ടാൽ ഈ പകൽ ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുക. കുഞ്ഞമ്മിന്റെ ചരിത്രത്തെ തിരിക്കുന്ന ഒരു ദൈവത്തിന്റെ എൻകൗണ്ടർ മതി ഇതുവരെ കാണാത്ത ചില മഹത്വത്തെ. ശരാരകൾ ഖബാര ബലഗട ഗധുരാരഗ ശരാരകൾ ഖബാര ബലഗട ഗരാരകൾ ഖബ ശാരാധാര വൈഡബാല ഹർത്തബാല ചൂരാധാര ധീരബാല വൈഡബരഗബാരി ബരവച്ഛബരംദര വൈഡബരംദര വൈഡബരംദാരബ. വിശ്വാസം 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 ക്രിയേറ്റീവായ മിറക്കിളുകളെ കൊണ്ടുവരുന്ന വിശ്വാസത്തിന്റെ വരം ഇതിനകത്ത് ഈ പകൽക്കാലം ആക്റ്റീവായി തുടങ്ങട്ടെ, ആക്റ്റീവായി തുടങ്ങട്ടെ. ഈ പട്ടണത്തെ പിടിച്ചു കുലുക്കാൻ ശക്തിയുള്ള അഭിഷിക്തന്മാർ എഴുന്നേറ്റ് വരട്ടെ. ഈ കാലഘട്ടത്തിനകത്ത് ദൈവത്തിന്റെ സുവിശേഷം കാറാതീർത്തു പ്രസംഗിക്കാൻ ശക്തിയുള്ള അഭിഷിക്തന്മാർ ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് എഴുന്നേറ്റ് വരട്ടെ. ഈ പകൽ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽ വേദനയോടെ ഇരിക്കുന്നെങ്കിൽ ഈ പകൽക്കാലം അവരുടെ മേൽ വിശ്വാസത്തിന്റെ വര ഈ പകൽ ഓപ്പറേറ്റ് ആകട്ടെ. കേട്ട ചില വിഷയങ്ങൾ ആമയെ കണ്ണുകൊണ്ട് കാണാം. ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം. ഈ നാളുകളിൽ കണ്ടതല്ല കാണാത്ത ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ പോവാ. സ്വപ്നത്തിൽ കാണാൻ കഴിയാത്ത, സ്വപ്നത്തിൽ ചിന്തിക്കാൻ കഴിയാത്ത കർത്താവേ, എൻ്റെ കൂടാരത്തെ നീ ഇത്രമാത്രം മാനിക്കാൻ, എൻ്റെ തലമുറ ഇത്രമാത്രം നീ ഉപയോഗിക്കാൻ,
എൻ്റെ സഭ ഇത്രമാത്രം നീ വളർത്ത, ഞങ്ങൾ എന്തു യോഗ്യതയുണ്ടെന്ന് പറയത്തക്ക രീതിയിൽ കാണാത്ത ചില ദൈവത്തിൻ്റെ പ്രവൃത്തികളെ, കാണാത്ത ചില ദൈവത്തിൻ്റെ മഹത്വങ്ങളെ ഈ പകൽ ദൈവം ആഴമായി ഇടപെടുകയോ, ആഴമായി ഇടപെടുകയോ, ആഴമായി ഇടപെടുകയോ. കുഞ്ഞ്, നിന്റെ ചരിത്രത്തെ തിരിക്കുന്ന, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ തിരിക്കുന്ന ഒരു പകല ആരോ പറഞ്ഞ് എൻ്റെ ജീവിതം ഇരുളടഞ്ഞതാണ്, ഇനി എനിക്കൊരു വഴിയില്ല, ഇനി എങ്ങോട്ട് പോകണമെന്നറിയില്ല, ഇനി ആര് തേടണമെന്നറിയില്ല, എനിക്ക് വേണ്ടി ആര് കരുതുമെന്നറിയില്ല. പക്ഷെ ഉടയവൻ പറയുക, നീ നിൽക്കുന്നത് വെറും പോർക്കളത്തിലല്ല, നീ നിൽക്കുന്നത് വിശ്വാസത്തിന്റെ പോർക്കളത്തിലാണ്. ഈ പോർക്കളത്തിൽ, ഈ ഓട്ടക്കളത്തിന്റെ പ്രത്യേകത, നിന്നിൽ വിശ്വാസം ക്രിയേറ്റായ വിശ്വാസത്തിന്റെ നായകൻ നിന്റെ കൂടെ ഇറങ്ങി നിൽക്കും. നീ വീഴാതെ വണ്ണ് എത്തേണ്ടടുത്തെത്തിക്കാം. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം ഞാൻ എൻ്റെ ഹൃദയത്തെ തൊട്ട് കൈമാറുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു ദൂത ഞാൻ നിങ്ങളോട് കൈമാറുന്നേ. ശരാരകൽക്കമാണതരഘടക, നീണ്ട ചില ദിവസങ്ങളായി ശാരീരികമായ ബലഹീനതകൾ കൊണ്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എൻ്റെ നാളെ എന്ത്, എൻ്റെ നാളെ എന്ത്? ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോഴും ദൈവത്തോട് ചോദിച്ചു. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഒരു ദൂത് ഞാൻ കൈമാറാം. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞത്, നീ കണ്ടതല്ല കുഞ്ഞ് നിന്റെ നാളെ, നീ കാണാൻ പോകുന്നതാണ് നിന്റെ നാളെ. നീ കാണാത്തത് വിശ്വസിക്ക്, ഞാൻ പറഞ്ഞത് വിശ്വസിക്ക്, ഞാൻ പറഞ്ഞത് വിശ്വസിക്ക്. നിന്റെ തലമുറയിൽ, നിന്റെ കുടുംബത്തിൽ, നിന്നിൽ ഞാനത് വെളിപ്പെടുത്താൻ ശക്തനാണ്. ഇന്ന് പകൽക്കാലം എൻ്റെ ബുദ്ധിയിൽ ഞാൻ ചലിച്ചിരുന്നെങ്കിൽ ഏതോ യൂറോപ്യൻ രാജ്യത്ത് ഏതോ സഭയിൽ ഞാൻ ഇന്ന് പ്രസംഗിച്ചേനെ. പ്രിയരെ, ആത്മാവിൽ ഞാനിങ്ങനെ പറയട്ടെ, വിസയുടെ എല്ലാ പ്രോസസ്സിങ്ങും പാതി വഴി ക്യാൻസൽ ചെയ്തിട്ട് ദൈവം പറഞ്ഞ വാക്കിനനുസരിച്ച ഈ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഞാനിങ്ങനെ നിൽക്കുന്നേ. പക്ഷെ ഒരു ഉറപ്പെണിക്കൊണ്ട് എൻ്റെ ദൈവം കാണാത്തതെന്തോ എന്നിൽ മറച്ചു വച്ചിട്ടുണ്ട്. ഈ പട്ടണത്തെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിക്കുക, ഇതുവരെ കണ്ടതല്ല കാണാത്തത് വെളിപ്പെടാൻ പോവുക. കണ്ടതല്ല കുഞ്ഞെ, കാണാത്തത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുക. ഇന്ന് പകൽ വിശ്വസിക്കുക, നിനക്ക് വേണ്ടി എൻ്റെ ദൈവം വഴി തുറന്ന ഉലകത്തിൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. ഈ പകൽക്കാലം കണ്ടത് വിശ്വസിക്കരുത്, കാണാത്തത് വിശ്വസിക്ക. അവൻ്റെ പേരാ വിശ്വാസി, അവൻ്റെ പേരാ വിശ്വാസി. എന്താ വിശ്വാസം? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. നിന്ന് പ്രസംഗിക്കണ എൻ്റെ മുമ്പിൽ സമയമില്ല. എപ്പോഴും എൻ്റെ ഹൃദയത്തെ വിശ്വാസം പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഓടി വരുന്നൊരു സബ്ജക്റ്റുണ്ട്. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഈ ഹാളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് അബ്രഹാം വിശ്വസിച്ചൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൻ്റെ ആഴം വലുതാ. അബ്രഹാം വിശ്വസിച്ചത് എന്തെന്നറിയാമോ? ആ പദം ഇങ്ങനെയാ പറയുന്നത്, എൻ്റെ തലമുറ
ദൈവം പറഞ്ഞതുപോലെയാകും എന്ന് അബ്രഹാം വിശ്വസിച്ചു. എൻ്റെ ഫ്രണ്ടിൽ റിൻസി സിസ്റ്റർ ഇരിക്കുക. റിൻസി സിസ്റ്ററെ നോക്കിയിട്ട് എനിക്ക് പറയാം, ദൈവം പറഞ്ഞതുപോലെ റിൻസി സിസ്റ്റർ, കാരണം ഷീസ് ഹിയർ, അവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് എനിക്ക് അറിയാം. ഇന്ന് പകൽ നിങ്ങൾക്ക് പറയാൻ കഴിയും, സബിൻ പാസ്റ്ററുടെ ജീവിതത്തിനകത്ത് ദൈവം വലിയ പ്രവൃത്തി വെളിപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് പറയാം. കാരണം നിങ്ങളുടെ മുൻപിൽ മൈക്കും പിടിച്ച് ഞാൻ നിപ്പുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അബ്രഹാം എപ്പോഴെന്നറിയാമോ പറഞ്ഞത്? 99 വയസ്സായി, 75-ാമത്തെ വയസ്സിൽ സ്വന്തം നാട് വിട്ട് പിതാക്കന്മാരുടെ ദേശം വിട്ട് ഇറങ്ങി തിരിച്ചു. 24 വർഷങ്ങൾ കഴിഞ്ഞു, മക്കളൊന്നുമില്ല. സാറയുടെ ഗർഭപാത്രം ക്ഷീണിച്ചു. വചനം അങ്ങനെ പറയുന്നു, സാറയുടെ ഗർഭപാത്രം നിർജീവമായി, അബ്രഹാമിന് വാർദ്ധക്യമായി, അവന്റെ ശരീരം ബലഹീനമായി തുടങ്ങി എന്നറിഞ്ഞപ്പോഴും അബ്രഹാം പറയുക, ഇസ്ഹാക്കിനെ കണ്ടിട്ടല്ല, സാറ ഗർഭിണിയായിട്ടല്ല പറയുന്നത്. അബ്രഹാം പറയുക, എന്റെ തലമുറ ദൈവം പറഞ്ഞതുപോലെ ആകുമെന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിർജീവമായ ഗർഭപാത്രത്തെ നോക്കി 89 വയസ്സായ സാറെ കണ്ടിട്ട് 99 വയസ്സായ അബ്രഹാം പറയുക, ആര്? എൻ്റെ കുഞ്ഞ് ദൈവം പറഞ്ഞതുപോലെ. നമ്മളാണ് ഈ പറഞ്ഞേനെ, അബ്രഹാമിന് എന്തോ പറ്റി. 24 വർഷം പ്രാർത്ഥിച്ചു, എന്നിട്ട് ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തില്ല. കൊടുക്കാത്തത് കൊണ്ട് അവൻ എന്തോ വാ തുറന്ന് ആമേ സംതിങ് പറയുന്നതാ. പക്ഷെ വിശ്വാസത്തിൻ്റെ ആഴം കൊണ്ടോ 99 വയസ്സായിട്ടും ഒരു നന്മ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടിട്ടില്ലല്ലോ. വിശ്വാസികളുടെ പിതാവ് എന്നറിയാൻ അറിയപ്പെടാനുള്ള കാരണം അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ തീവ്രത അങ്ങാമേ അത്രയും ആഴമുള്ളതായിരുന്നു. അബ്രഹാം പറയുക, 99-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടില്ല, എനിക്ക് കുഞ്ഞ് ജനിക്കുമോ ഇല്ലയോ എന്നോ എനിക്കൊരു ഡൗട്ടുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എന്നെ വിളിച്ച ദൈവം പറഞ്ഞൊരു ശബ്ദമുണ്ട്. എൻ്റെ ദൈവം പറഞ്ഞ ശബ്ദം പോലെ എന്റെ തലമുറയാകുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഈ പകൽ മന്ത്രവാദി പറഞ്ഞതുപോലെയല്ല, ഏതോ വ്യക്തികൾ പറഞ്ഞതുപോലെയല്ല. കുഞ്ഞെ, നിന്റെ ജീവിതം ദൈവം പറഞ്ഞതുപോലെ ഇന്ന് പകൽ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ദൈവം പറഞ്ഞ രാജ്യത്ത്, ദൈവം പറഞ്ഞ പട്ടണത്തിൽ, ദൈവം പറഞ്ഞ ഉപജീവനത്തിൽ, ദൈവം പറഞ്ഞതുപോലെ എന്റെ ദൈവം നിന്റെ തലമുറകളെ ഏതൊക്കെ ഹൃദയങ്ങൾ ഈ പകൽക്കാലം തീ പിടിക്കുക, ദൈവാത്മാവ് ഇടപെടുക. ഇന്ന് പകൽക്കാലം ലോക പറഞ്ഞതുപോലെയല്ല, ഏതോ വ്യക്തികൾ പറഞ്ഞതുപോലെയല്ല, ദൈവം പറഞ്ഞതുപോലെ ഇന്ന് പകൽ വിശ്വസിക്കാമോ? എത്ര ശൂന്യമാണേലും നിന്റെ മിനിസ്ട്രി ദൈവം പറഞ്ഞതുപോലെയാകും, നിന്റെ സഭ ദൈവം പറഞ്ഞതുപോലെയാകും, ഏതോ വ്യക്തികൾ പറഞ്ഞതുപോലെയല്ല. നമുക്ക് എത്ര ഈസിയല്ലേ വിശ്വസിക്കാൻ. അമ്മേ, കാരണമെന്ത് എനിക്ക് സിമ്പിളി പറഞ്ഞാൽ എൻ്റെ സഭ വളരുമെന്ന് പറയാൻ സിമ്പിളാ. കാരണം എൻ്റെ സഭ ഇതാ. എൻ്റെ മിനിസ്ട്രി വളരുമെന്ന് പറയാൻ സിമ്പിളാ. എൻ്റെ മിനിസ്ട്രി ഇതാ. നിങ്ങൾ വളരുമെന്ന് എനിക്ക് പറയാൻ സിമ്പിളാ, കാരണം നിങ്ങൾ എൻ്റെ മുൻപിലുണ്ട്. പക്ഷെ ഇതൊന്നുമില്ലാതെ അവൻ ഇസ്ഹാക്ക് ജനിക്കുന്നതിന് മുമ്പ് വചനം പറയുന്നു, അബ്രഹാം പറയുക, എന്റെ തലമുറ ദൈവം പറഞ്ഞതുപോലെയാകും. അതാണ് വിശ്വാസം. തകർന്നു പോകുന്ന കൂടാരത്തെ നോക്കി പറയണം, എന്റെ കുടുംബം ദൈവം പറഞ്ഞതുപോലെയാകും, എന്റെ തലമുറ ദൈവം പറഞ്ഞതുപോലെയാകും. എത്ര വലിയ അഡിക്ഷനുകൾ ഉണ്ടായാലും എന്റെ കുടുംബം ദൈവം പറഞ്ഞതുപോലെയാകും. എത്ര പ്രതിസന്ധി, എത്ര കടഭാരം എന്റെ മുൻപിൽ ഉണ്ടായാലും എന്റെ ദൈവം പറഞ്ഞതുപോലെ എന്റെ കുടുംബമാകൂ.
അതാണ് വിശ്വാസം. അതാണ് വിശ്വാസം. ആ വിശ്വാസം നമ്മുടെ നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരുമ്പോ ക്രിയേറ്റീവായ മിറക്കിളുകൾ നാം കാണും. എന്ത് കാണും? ക്രിയേറ്റീവായ മിറക്കിളുകൾ കാണും. എന്ന് പറഞ്ഞ വൈദ്യശാസ്ത്രം പോലും മൂക്കത്തു വിരൽ വയ്ക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ വിളിച്ചു വരുത്താൻ വിശ്വാസത്തിന് ശക്തിയുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, ഇതുവരെ കാലഘട്ടം കണ്ടിട്ടില്ലാത്ത ചില ക്രിയേറ്റീവ് മിറക്കിളുകൾ നിനക്കും എനിക്കും വേണ്ടി ഈ പകൽ എന്റെ ദൈവം ചെയ്തു തുടങ്ങുകയാ. അതാണ് വിശ്വാസം. അതാണ് വിശ്വാസം. എന്ത്? കണ്ടതല്ല, കാണാത്തത് വിശ്വസിക്കുക. ഇന്ന് പകൽക്കാലം കാണാത്തത് വിശ്വസിക്കാൻ തന്റെ ഇടമുണ്ടോ? ഈ ജൂലൈ മാസം 6-ാമത്തെ പകൽ ഈ സന്ധ്യയോടടുക്കുന്ന സമയത്ത് നിങ്ങൾ ആരെന്ന് എനിക്കറിയണ്ട, നിങ്ങളുടെ സാഹചര്യം എന്തെന്നറിയില്ല, പക്ഷെ ഇന്ന് പകൽ ആത്മാവിലൊരു ദൂത് ഞാൻ കൈമാറാ. വിശ്വാസം നിന്നിൽ വെളിപ്പെട്ടാൽ ഇതുവരെ കാണാത്ത ചിലത് വെളിപ്പെടും. എല്ലാ കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ചാട്ടെ, മാറോടൊന്ന് ചേർത്ത് വെച്ചാട്ടെ, ആഴമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ലൈവിലൂടെ എന്നെ കാണുന്നവർ ഈ നിമിഷം പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് പ്രാർത്ഥിര്. ചില ക്രിയേറ്റീവ് മിറക്കിളുകൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നല്ല വിഷയം. എന്നോട് കൂടെ ചേർന്നൊരു വാക്ക് പ്രാർത്ഥിച്ചാൽ ഈ പകൽ എൻ്റെ ദൈവം ക്രിയേറ്റീവായ മിറക്കിളുകൾ ചെയ്യും. ഉടഞ്ഞുപോയ ചില കുടുംബങ്ങളെ എൻ്റെ ദൈവം പണിയാൻ പോവാ. തകർന്നുപോയ ആർക്കൊക്കെ വേണ്ടി രാജ്യങ്ങളുടെ വാതിലുകൾ എൻ്റെ ദൈവം തുറക്കാൻ പോകുകയാണ്. ഒരു സാധ്യതയില്ലാത്ത വാവിട്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിര്. വലിയ അന്യഭാഷയൊന്നും പറയണ്ട, ഹൃദയം തുറന്ന് ദൈവത്തോടൊന്ന് പറ. കർത്താവേ, ഈ പകലിനോട് എൻ്റെ ഹൃദയത്തിനകത്ത് വിശ്വാസം വർദ്ധിപ്പിക്കണേ. വിശ്വാസത്തിൻ്റെ വരം എൻ്റെ മേൽ ആഴമായി വെളിപ്പെടണമേ. യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ ഈ നിമിഷം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല വ്യക്തികളുടെ മേൽ ഇന്ന് പകൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ക്രിയേറ്റീവായ മിറക്കിളുകൾ അയച്ചു പ്രാർത്ഥിക്കുക. ഇതുവരെയും അവർ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തത്, ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ദൈവിക പ്രൊവിഷനുകൾ അവരുടെ മേൽ ഈ പകൽ തുറക്കുകയാണ്. ചില കുടുംബങ്ങൾ പണിയപ്പെടട്ടെ. തകർന്നുപോയ ചില പാപികളെ ദൈവം പണിയണമേ. അർഹതയില്ലാത്ത ഉയർച്ചകൾ, അർഹതയില്ലാത്ത മാന്യതകൾ, അർഹതയില്ലാത്ത വളർച്ചകൾ ഈ പകൽ സംഭവിക്കട്ടെ. ഈ പകൽ സംഭവിക്കട്ടെ. ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുക. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രിയരെ, വിശ്വാസം കണ്ടതല്ല, കാണാത്തത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ്. നാം വായിച്ച വചനത്തിലേക്ക് പോകുകയാണ്. വചനം പറയുന്നു, വിശ്വാസത്താൽ, എബ്രായ ലേഖനം 11:5, എബ്രായ ലേഖനം 11:5, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് സാക്ഷ്യം പ്രാപിച്ചു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ സ്ക്രീനിലൊന്ന് നോക്കിയേ. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരു വിശ്വാസത്തിൻ്റെ ഫോർമുല പഠിച്ചു. എന്താണ്? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ഈക്വൽ ടു വിശ്വാസം. പക്ഷെ ഇവിടെ നോക്ക്, നമ്മൾ ഈ വിഷയം ഒന്ന് സോൾവ് ചെയ്യാൻ പോവാ. പരിശുദ്ധാത്മാവ് നേരത്തെ സോൾവ് ചെയ്തതാ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇപ്പം ഞാൻ സോൾവ് ചെയ്യാം. ഇവിടെ വായിക്കുന്നത് വിശ്വാസത്താൽ ഹാനോക്ക്. അപ്പൊ ആ വിശ്വാസത്തിന്റെ അടുക്കൽ നമ്മൾ പഠിച്ച ഫോർമുല ആഡ് ചെയ്യാൻ പോവാ. ആമേ, ഒന്ന് പറഞ്ഞാട്ടെ. ആശിക്കുന്നതിന്റെ ഉറപ്പ് പ്ലസ് കാണാത്ത കാര്യങ്ങളുടെ, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് മനസ്സിലായി പണ്ടേ കണക്കിന്. ഒന്നും കൂടെ. ആമേ, വിശ്വാസത്താൽ ഹാനോക്ക്
മരണം കാണാതെ എടുക്കപ്പെട്ടു. അപ്പോൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് പ്ലസ് കാണാത്ത കാര്യങ്ങളുടെ, ഒരിക്കൽ കൂടെ, ആശിക്കുന്നതിൻ്റെ ഉറപ്പ് പ്ലസ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. എൻ്റെ ചോദ്യം, അവൻ ആശിച്ചിരുന്നു, അവൻ കാണാത്ത കാര്യം ഉറച്ചിരുന്നു. എന്തുറച്ചിരുന്നു? മരണം കാണില്ലെന്ന് അവൻ ആശിച്ചിരുന്നു, അവൻ ഉറച്ചിരുന്നു. അമ്മേ, ഇന്ന് പകൽക്കാലം അമ്മേ, ഹാനോക്ക് മരണം കാണില്ലെന്ന് വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? അമ്മേ, എബ്രായ ലേഖനത്തിനകത്ത് ഹാനോക്ക് മരണം കാണില്ലെന്ന് വിശ്വസിച്ചതായി ഒരു രേഖകളുമില്ല. പക്ഷേ ഹാനോക്കിന്റെ ചരിത്രം പറയുന്നത് വെറും 3 വാക്യങ്ങളിലാണ്. എടുക്കാമോ? ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിന്റെ 21, 22, 23 വാക്യങ്ങളാണെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21, 22, 23 വാക്യങ്ങൾ. ഒന്ന് ശബ്ദമുയർത്തി ഒന്ന് വായിച്ചാട്ടെ. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലേഖനെ ജനിപ്പിച്ചു. മെതുശലേഖനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഹാനോക്കിന്റെ ആയുഷ്കാലമാകെ 365 സംവത്സരം ആയിരുന്നു. പ്രിയരെ, ഹാനോക്കിന്റെ ചരിത്രമാകപ്പാടെ പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 3 വാക്യങ്ങളാണ്. നാം എബ്രായ ലേഖനത്തിനകത്ത് വായിച്ചതനുസരിച്ച് ഹാനോക്ക് ആശിച്ചതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയത്താൽ മരണം കാണാതെ, അർത്ഥം ഹാനോക്ക് മരണം കാണില്ലെന്ന് വിശ്വസിച്ചിരുന്നിരിക്കണം. അമ്മേ, ഇന്ന് പകൽക്കാലം ഹാനോക്കിന്റെ ചരിത്രം പറയുമ്പോ ഈ 3 അധ്യായങ്ങൾക്കും 3 അധ്യായങ്ങൾക്കകത്ത് 3 വാക്യങ്ങൾക്കകത്ത് നമ്മൾ ഒരിടത്തും ഹാനോക്ക് മരണം കാണില്ലെന്ന് വിശ്വസിച്ചതായി എഴുതിയിട്ടില്ല. നിങ്ങളുടെ ആരെങ്കിലും ബൈബിളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വേദപുസ്തകത്തിനകത്ത് അങ്ങനെ ഇല്ല. ഹാനോക്ക് മരണം കാണില്ലെന്ന് വിശ്വസിച്ചതായി ഒന്നും വേദപുസ്തകത്തിനകത്ത് പറയുന്നില്ല. പക്ഷേ ഇവിടെ എബ്രായ ലേഖന കർത്താവായ പൗലോസ് പറയുകയാണ്, ഹാനോക്ക് മരണം കാണില്ലെന്ന് വിശ്വസിച്ചിരുന്നു. എന്റെ ചോദ്യം, പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റിയതാണോ? പരിശുദ്ധാത്മാവിന് അല്ലെങ്കിൽ ദൈവത്തിന് തെറ്റുപറ്റിയത് കൊണ്ടാണോ ഹാനോക്ക് മരണം കാണില്ലെന്ന് വിശ്വസിച്ചതായ അധ്യായത്തിനകത്ത് വരാൻ കാരണം? അല്ല പ്രിയരെ, ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഉൽപ്പത്തി 5:21 വാക്യം ഇങ്ങനെ പറയുന്നു. ഉൽപ്പത്തി 5:21 വാക്യം ഇങ്ങനെ പറയുന്നു, ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലേഖനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 വയസ്സായപ്പോൾ ഹാനോക്കിനൊരു കുഞ്ഞ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 65 വയസ്സായപ്പോൾ ഹാനോക്കിനൊരു കുഞ്ഞ് ജനിച്ചു. കുഞ്ഞിന്റെ പേര് മെതുശലേഖാണ്. എന്റെ ചോദ്യം, ഹാനോക്കേ, ഈ 65 വർഷം നീ എവിടെയായിരുന്നു? 65 വർഷം നീ എവിടെയായിരുന്നു? 65 വർഷം ദൈവത്തോട് കൂടെ നടക്കാത്തവൻ, ദൈവവുമായി ഒരു ബന്ധവും ഇല്ലാത്തവൻ. പക്ഷേ 65-ാമത്തെ വയസ്സിൽ അവനൊരു കുഞ്ഞു ജനിച്ചപ്പോൾ അവൻ ദൈവത്തോട് കൂടെ നടക്കാൻ തുടങ്ങി. അമ്മേ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അമ്മേ, ഞാൻ ഹാനോക്കിനെ വിളിച്ചു നിർത്തി ചോദിക്കാം, ഹാനോക്കേ, കഴിഞ്ഞ 64 വർഷം നീ എവിടെയായിരുന്നു? ഹാനോക്ക് പറയും, പാസ്റ്ററേ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഹാനോക്കിനോട് ചോദിച്ച, ഹാനോക്കേ, നിനക്ക് സത്യദൈവത്തെ അറിയത്തില്ലേ? ആരാധനയെന്നും അറിയില്ലേ? ഈ ദൈവത്തെ അനുഗമിക്കണമെന്നറിയില്ലേ? ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നറിയില്ലേ? ഹാനോക്ക് പറയും, ദൈവദാസനെ, ഇതെല്ലാം എനിക്കറിയാം. എൻ്റെ വലിയപ്പച്ചനായ ഹാബേലാണ് ദൈവത്തിന് ആദ്യമായി യാഗമർപ്പിച്ചത്.
എൻ്റെ വലിയപ്പച്ചനായ ഹാബേൽ അർപ്പിച്ച യാഗത്തിലാണ് എൻ്റെ ദൈവം പ്രസാദിപ്പിച്ചത്. ആമേ, വലിയപ്പച്ചൻ യാഗം അർപ്പിച്ചത് കൊണ്ട് തൻ്റെ ജ്യേഷ്ഠൻ കയീൻ തന്നെ തല്ലിക്കൊന്നപ്പോഴും തൻ്റെ രക്തം ആദ്യമായി ദൈവത്തോട് നിലവിളിച്ചത്. അർത്ഥം, സത്യദൈവം ആരെന്നറിയാം, സത്യദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നറിയാം. പക്ഷെ എന്നിട്ടും ദൈവത്തെ ആരാധിക്കാതെ 65 വർഷം തള്ളി നീക്കിയ ഹാനോക്കിന് എൻ്റെ ദൈവം 65-ാമത്തെ വയസ്സിൽ ദൈവം പിടിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം ആരെന്നറിയാമായിരുന്നിട്ട്, സത്യദൈവം ആരെന്നറിയാമായിരുന്നിട്ട് എങ്ങനെ ജീവിക്കണമെന്ന്, ഈ വിശുദ്ധ പ്രമാണത്തിൽ എങ്ങനെ ഓരോ സ്റ്റെപ്പ് വയ്ക്കണമെന്ന്, ഇതിനകത്തുള്ള കൽപ്പനകൾ ഉപകൽപ്പനകൾ എങ്ങനെ നിന്റെ ജീവിതത്തിനകത്ത് പ്രമാണിക്കണമെന്നും അറിയായിരുന്നിട്ട്, ഹേ മനുഷ്യ, ഇന്ന് പകൽക്കാലം നീ ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാതെ ജീവിക്കുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽ ദൈവം നിന്നെ പിടിക്കുന്ന ഒരു സമയം വരും നിശ്ചയം. ഹല്ലേലൂയ. എന്നും ഈ ആരോഗ്യം കാണില്ല, എന്നും ഈ ശക്തി കാണില്ല, എന്നും ഈ സൗന്ദര്യം കാണില്ല, എന്നും നമ്മുടെ കയ്യിൽ പണം കാണില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തെ മറന്നു പോകരുത്. ജീവിക്കുന്നെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിച്ചോണം. ഇന്ന് പകൽക്കാലം നിങ്ങൾ അനുസരിച്ചാലും ഇല്ലേലും, നിങ്ങൾ ഈ ശബ്ദം ഏറ്റെടുത്താലും ഇല്ലേലും, ഇന്ന് പകൽക്കാലം ആഴമാ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാ, ദൈവത്തെ മറന്നു പോകുന്നവരെ സൂക്ഷിച്ചുകൊള്ളുക. ദൈവം കീറിക്കളഞ്ഞ വിടുവിപ്പാൻ ആരുമുണ്ടാകില്ല. ഹല്ലേലൂയ. 65 വർഷം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നില്ല. എൻ്റെ പ്രസംഗ ഭാഷയിൽ പറഞ്ഞാൽ അവന് ബോധിച്ച വഴിയിലും അവനും ഇഷ്ടമായ രീതിയിലൊക്കെ അവൻ ജീവിച്ചു. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, എൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് ഉദ്ദേശമുണ്ടെങ്കിൽ, അമ്മേ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ നീ എത്ര വലിയ പുള്ളിയാണേലും എൻ്റെ ദൈവം നിന്നെ പിടിക്കേണ്ട വണ്ണം പിടിക്കും. ഹല്ലേലൂയ. എൻ്റെ ദൈവം നിന്നെ പിടിക്കേണ്ട വണ്ണം പിടിക്കും. ഈ പകൽക്കാലം കേട്ടു, 64 വർഷം ദൈവത്തോട് കൂടെ നടക്കാത്ത ഹാനോക്കിന് 65-ാമത്തെ വയസ്സിൽ എൻ്റെ ദൈവം ഹാനോക്കിനെ ഒന്ന് പിടിക്കുക. ഈ പകൽ ആത്മാവിൽ ഈ ദൂത് കൈമാറുമ്പോൾ ഈ പട്ടണത്തിനകത്ത് മാത്രമല്ല, ഏതൊക്കെ വ്യക്തികൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവ വഴി വിട്ടുപോകുന്ന ആരോഗ്യം എൻ്റെ ദൈവം ഇന്ന് പകൽ മടക്കി പിടിക്കുക. ചിലവിനെ ദൈവം തിരിച്ചു കൊണ്ടുവരിക. ചില അഡിഷനുകൾ ജീവിതത്തിന്റെ ഏതൊക്കെ തെറ്റായ കൂട്ടുകെട്ടുകൾക്കകത്ത് അടിമപ്പെട്ടു പോയ ചിലവിന് ഈ പകൽക്കാലം ദൈവം മടക്കി വിളിക്കുക. സ്നേഹിതാ, ഈ പകൽക്കാലം നീ മടങ്ങി വന്ന എൻ്റെ ദൈവം നിന്നെ ചേർത്ത് പിടിക്കുക. എൻ്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ മടങ്ങി വന്നില്ലെങ്കിൽ ഒരു വിഷയമില്ല. എൻ്റെ ദൈവത്തിന് നിന്നെ വേണമെങ്കിൽ എൻ്റെ ദൈവം പിടിച്ചിരിക്കും. എൻ്റെ ദൈവത്തിന് നിന്നെ വേണമെങ്കിൽ എൻ്റെ ദൈവം പിടിച്ചിരിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ദൈവം നമ്മെ പിടിക്കുമ്പോൾ അങ്ങ് നിന്ന് കൊടുക്കണം. ദൈവം നിന്നെ വിളിക്കുമ്പോൾ നിനക്കറിയാം നിന്റെ മുൻപും പിൻപും ഒക്കെ അങ്ങ് അടയും. ദൈവത്തിൻ്റെ കരമൊക്കെ അങ്ങ് ഭാരമാകും. അപ്പോൾ ദൈവത്തിൻ്റെ വഴി വിട്ടു പോയത് കൊണ്ടാണ് നമുക്ക് നന്നായിട്ട് അറിയാം. അറിഞ്ഞിട്ടും നമ്മൾ അറിയാത്ത പോലെയൊക്കെ അഭിനയിക്കും. പക്ഷെ ഞാൻ ആത്മാവിൽ പറയാം, ദൈവം പിടിക്കുമ്പോൾ അങ്ങ് നിന്ന് കൊടുത്തോണം. നീ നിന്നില്ലെങ്കിൽ എൻ്റെ ദൈവം, എൻ്റെ ഭാഷയിൽ പറഞ്ഞ മൂക്ക് ഏറിട്ട് പിടിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർ പശുവിനെ കണ്ടിട്ടുണ്ട്? പക്ഷേ ഞങ്ങൾ പശുവിനെ ഒന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ പാല് മാത്രമേ കുടിക്കൂ. ഹല്ലേലൂയ. ഈ പശുവിനെ മേടിക്കുന്ന സമയത്തെ, മേടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് കടയിൽ കയറി ഉടമസ്ഥൻ വാങ്ങുന്ന ഒരു കയറുണ്ട്. ഈ കയറിനെ വിളിക്കുന്ന പേര് വട്ടക്കയറെന്ന. ഹലോ, വട്ടക്കയറെന്ന എന്ന് പറഞ്ഞാൽ മേടിച്ചു കൊണ്ടുവരുമ്പോഴേ ഈ പശുവിൻ്റെ കഴുത്തിന് ചുറ്റും ഒറ്റക്കെട്ട്. ഹലോ, ഈ പശുവിൻ്റെ കഴുത്ത് ഇറുകാത്ത രീതിയിൽ, ടൈറ്റാകാത്ത രീതിയിലാണ് കെട്ട്. ഈ കയറിന് എത്ര നീളമുണ്ടോ അത്രത്തോളം പശുവിന് സഞ്ചരിക്കാം. ഉടമസ്ഥൻ ഏതെങ്കിലും വയലിലോ ഏതെങ്കിലും പറമ്പിലോ കൊണ്ട് ഇതിനെ രാവിലെ കെട്ടും.
ഈ കയറിന് എത്ര നീളമുണ്ടോ ആ നീളത്തിനനുസരിച്ച് പശു അതിനു ചുറ്റും കിടന്ന് ഓടും, അതിനു ചുറ്റും കിടന്ന് ചാടും. ഈ കയറിന്റെ നീളം അനുസരിച്ച ഇവന്റെ ചാട്ടം മുഴുവനും. ഇവ ചാടുമ്പം വിചാരിക്കും ലോകം മൊത്തം അവന്റെ കാലിന്റെ കീഴില. അവൻ എവിടെ വേണമെങ്കിലും ചാടാം, എവിടെ വേണമെങ്കിലും തുള്ളാം. വൈകുന്നേരമാകുമ്പോ കുഞ്ഞുങ്ങൾ പന്ത് കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആ വഴി പോകുന്ന ആരെങ്കിലും ഈ പശു ഇടിക്കാൻ പോകുകയാണെങ്കിൽ ഉടമസ്ഥൻ വൈകിട്ട് വന്ന് പശുവിനെ അഴിച്ചു കൊണ്ടുപോകാൻ നേരത്ത് പറയും, നീ പശുവിനെയൊക്കെ കെട്ടുന്നത് കൊള്ളാം, വഴി കൂടെ കുഞ്ഞുങ്ങൾക്കൊന്നും പോകാൻ പറ്റുന്നില്ല, നിന്റെ പശു കുഞ്ഞുങ്ങളെ എല്ലാം ആക്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഇനി ഇവിടെ പശുവിനെ കെട്ടുമ്പോ നോക്കിയും കണ്ടുമൊക്കെ കെട്ടണം. ഇത് കേട്ട് കഴിഞ്ഞാൽ ഉടമസ്ഥ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ പശുവിനെ കൊണ്ട് തൊഴുത്തിൽ കെട്ടിയിട്ട് വീണ്ടും ഒന്ന് കടയിൽ പോകും. കടയിൽ പോയിട്ട് പറയുന്നൊരു പേരുണ്ട്, ചേട്ടാ മൂക്ക് കയറുണ്ടെങ്കിൽ ഒന്ന് വേണം. വട്ടക്കയർ അഴിച്ചു മാറ്റിയിട്ട് തൻ്റെ കാലിനെ രണ്ടും ചേർത്ത് കെട്ടിയിട്ട് തൻ്റെ മൂക്ക് തുരന്ന് ഒരു കയർ കൊണ്ട് കെട്ടി വായ്ക്കടിയിലൂടെ മുകളിലോട്ട് പട്ട വലിച്ചു കെട്ടുന്നത് പോലെ ഒരു കയറങ്ങ് കെട്ടും എന്ന് പറഞ്ഞാൽ ഇനി ഇവൻ ചാടില്ല. മൂക്ക് കയറിട്ട് കെട്ടിയത് കൊണ്ട് മൂക്ക് തുളച്ചിരിക്കുക. മൂക്ക് ഇവൻ ഇനി ചാടിയാൽ വേദനിക്കും. ഇവൻ എത്രത്തോളം ചാടുമോ അത്രത്തോളം വേദനിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം പിടിക്കുമ്പോൾ നിന്നു കൊടുത്താൽ ദൈവം മാന്യമായി മടക്കി കൊണ്ടുവന്ന് ദൈവം നിന്നെ ഉപയോഗിക്കും. ചിലർക്ക് ദൈവം മടക്കി വിളിച്ചാൽ എത്ര ദൂതൊന്നും കേട്ടാലൊന്നും പറ്റില്ല. ചിലവർക്ക് ലൈറ്റുള്ള വലിയ വണ്ടിക്കകത്ത് നന്നായിട്ട് AC-ക്കകത്ത്, നേരത്തെ നമുക്ക് ഇച്ചിരി കറണ്ട് പോയപ്പോൾ AC ഒക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ നമുക്ക് എന്നാ ചൂടായിരുന്നു. നമുക്ക് ചൂടൊന്നും പറ്റില്ല. പക്ഷെ AC-ക്കകത്ത് നല്ല ലൈറ്റുള്ള AC-ക്കകത്ത് നല്ല സൗണ്ടിൽ സ്പീഡിൽ പോകുന്ന വണ്ടി കിടന്നാലേ നമുക്ക് മാനസാന്തരം. കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് PRS-നടുത്ത് ഞാൻ വണ്ടിയിൽ കൂടെ പോകുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, പക്ഷെ ഞങ്ങളുടെ ചർച്ചയിൽ വരുന്നൊരു അങ്കിൾ ഇവിടെ കിടപ്പുണ്ട്. ഞാൻ കയറിപ്പോയപ്പോൾ അങ്കിളിൻ്റെ ശരീരം മുഴുവനും സ്റ്റിക്ക് ചെയ്തിരിക്കുക, ഓരോ വയറ് കണക്റ്റഡാ. ICU-നകത്ത് കയറിപ്പോയി പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ അങ്കിള് കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുന്നുണ്ട്. എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, അങ്കിളെ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ എൻ്റെ കയ്യെ പിടിച്ച് കുലുക്കിയിട്ട് പറഞ്ഞു, അങ്കിള് പറയാ, പാസ്റ്ററെ ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ട് വേണം പാസ്റ്റർ കൂടെ എനിക്ക് ദൈവവേലയ്ക്ക് വരാൻ. ഞാനിത് കേട്ടിട്ട് പാവമല്ലേ എന്ന് വിചാരിച്ച് മസിൽ പിടിച്ചങ്ങ് നിന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ എന്നെ കൊണ്ടുപോയി അവരുടെ സഭയിലെ പാസ്റ്റർ കുനിഞ്ഞു നിന്ന് ചിരിക്കുക. ഞാനത് കാണാത്തതുപോലെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇറങ്ങിയിട്ട് ചോദിച്ചു, പൊന്നച്ചാ എന്നാ പരിപാടിയാണ് നിങ്ങൾ കാണിച്ചേ? പൊന്നുപാസ്റ്ററെ ഇങ്ങേരടുത്ത് ഇങ്ങനെയാ പറഞ്ഞ, പൊന്നുപാസ്റ്ററെ ഇങ്ങേരടുത്ത് എത്ര കാലം കൊണ്ട് സുവിശേഷം പറയുന്നത്? ഇങ്ങേരെ മാനസാന്തരം ഒരാഴ്ച 2 ആഴ്ച, പിന്നെയും അങ്ങേര് പഴയതുപോലെ പാസ്റ്ററോടെ ദൈവവേലയ്ക്ക് വരാന്നല്ലേ പറഞ്ഞേ. ഇങ്ങേർക്ക് 88 വയസ്സായി, ഇനി ഇങ്ങേര് എന്നാ വേല? അതുകൊണ്ട് ദൈവമാക്കുന്ന സമയത്ത് ആരോഗ്യമുള്ളപ്പോൾ, ബലമുള്ളപ്പോൾ, നന്മയുള്ളപ്പോൾ ദൈവത്തിനു വേണ്ടി ജീവിച്ചോണം. ഇല്ലെങ്കിൽ ദൈവം നിന്നെ പിടിക്കും. ദൈവം നിന്നെ പിടിക്കും. ഇന്ന് പകൽക്കാലം ജീവിതമൊക്കെ അങ്ങ് സ്മൂത്തായിരിക്കും. കൂടെ എല്ലാവരും കാണും, പറഞ്ഞു തീരുന്നതിന് മുമ്പേ കൈ നന്മയൊക്കെ കിട്ടും. പക്ഷെ ഇതെല്ലാം നിന്നുപോകും. ജീവിതം വഴിമുട്ടിപ്പോകുന്ന സാഹചര്യങ്ങൾ വെളിപ്പെടും. അതിനു മുമ്പ് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ മടങ്ങി വന്നു കഴിഞ്ഞ്, ഇന്ന് രാവിലെ ഞാൻ ചർച്ചിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു പദമുണ്ട്, യഹോവ നല്ലവന് കഷ്ട ദിവസത്തിൽ ശരണമാകുന്നു, അവനെ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്ന ദൈവമാണ്. എത്ര കഷ്ടങ്ങൾ വന്നാലും ഈ ദൈവം ശരണമായി കൂടെ കാണും. ഈ ദൈവം നിന്റെ കൂടെ കാണും. ദൈവത്തെ മറന്ന് ജീവിക്കരുത്. 65 വർഷം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നില്ല. പക്ഷെ വചനം പറയുന്നു,
65 വയസ്സ് തികഞ്ഞപ്പോൾ ഹാനോക്കിന് ഒരു മകൻ ജനിച്ചു. ഹാനോക്കിന് ജനിച്ച മകന്റെ പേര് മെതുശലേഖ് എന്നാണ്. ഞാൻ ഇങ്ങനെ പറയാ, ഹാനോക്കിന് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ, നിങ്ങളോട് ചോദിച്ച നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ നിങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങൾ ഒരു പക്ഷേ ലഡുവോ, നിങ്ങൾ ഒരു പക്ഷേ സദ്യയോ, നിങ്ങൾ ഒരു പക്ഷേ പായസമൊക്കെ ഉണ്ടാക്കി അനേകരോട് നന്മ സന്തോഷ വാർത്ത അറിയിക്കും. പക്ഷേ ഹാനോക്കിന്റെ കൂടാരത്തിനകത്ത് അവൻ ആദ്യമായി ഒരു ആണൻ തലമുറ ജനിച്ചു. 65 വയസ്സിൽ ജനിച്ച കുഞ്ഞ് ജനിച്ചപ്പോൾ ഹാനോക്കിന് സന്തോഷമല്ല കുറിയരെ ഉണ്ടായത്. വചനം പറയുന്നു, ഹാനോക്ക് കണ്ണുനീരോടെ കരയാൻ തുടങ്ങി. കാരണമെന്നും അറിയാമോ? 65 വയസ്സിൽ ഹാനോക്കിന് ജനിച്ച കുഞ്ഞിന്റെ പേര് മെതുശലേഖ് എന്നാണ്. മെതുശലേഖ് എന്ന വാക്കിനർത്ഥം his death shall bring forth, അവന്റെ മരണം ചിലത് കൊണ്ടുവരും. അർത്ഥം, ഹാനോക്കിന് 65 വയസ്സിൽ ജനിച്ച കുഞ്ഞിനെ നോക്കി ദൈവം പറഞ്ഞൊരു പ്രവചനം, ഹാനോക്കേ നിന്റെ കുഞ്ഞു മരിക്കും, കുഞ്ഞു മരിക്കുമ്പോൾ ചിലത് സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിനറിയാം ആരെ പിടിക്കണമെന്ന് നീ മടങ്ങി വരണമെങ്കിൽ. ഹല്ലേലൂയ. ഹാനോക്കിനെ തൊട്ടത്, ഹാനോക്കിനെ മടക്കി കൊണ്ടുവരാൻ ദൈവം തൊട്ടത് മെതുശലേഖിനെയാ. മെതുശലേഖ് എന്ന വാക്കിനർത്ഥം his death shall bring forth, അവന്റെ മരണം ചിലത് കൊണ്ടുവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാനോക്ക് 65 വയസ്സിൽ ജനിച്ച മകന്റെ ദൂത് കേട്ടത് അവൻ മരിക്കും, അവൻ മരിക്കുമ്പോൾ ചിലത് സംഭവിക്കും. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ച്, ആർക്കാ മരണത്തിന്റെ ദൂത് ഇഷ്ടപ്പെടുന്നു? ആർക്കാ മരണത്തിന്റെ ദൂത് കേൾക്കാൻ കഴിയുന്നത്? ഒരപ്പൻ കേൾക്കുക, കുഞ്ഞ്, നിന്റെ കുഞ്ഞ് മരിക്കുമ്പോൾ ചിലത് സംഭവിക്കുമെന്ന്. എൻ്റെ പ്രസംഗ ഭാഷയിൽ പറയുക, ആ ദൂത് കേട്ടപ്പോൾ ഹാനോക്കിന് മനസ്സിലായി, എൻ്റെ കുഞ്ഞ് മരിക്കൂ. സത്യം, എൻ്റെ കുഞ്ഞ് മരിക്കാതിരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തോട് കൂടെ നടന്നേ പറ്റൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 100 വിഷയം കാണാം. നിങ്ങൾ ഈ ഉലകത്തിലുള്ള ഏത് ദൈവദാസന്മാരുടെ അടുക്കൽ പോയാലും, ഏത് വ്യക്തികളുടെ അടുക്കൽ പോയാലും ഒരു പരിഹാരവും കാണില്ല. പരിഹാരമുള്ള ഒരുവനേ ഉള്ളൂ, അത് ഞാൻ പ്രസംഗിക്കുന്ന ദൈവമാ. ഹാനോക്കിന് മനസ്സിലായി, എൻ്റെ കുഞ്ഞു മരിക്കാതിരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ വലിയ പച്ചന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ സ്നേഹിതന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കുഞ്ഞു മരിക്കാതിരിക്കണമെങ്കിൽ ഹാനോക്ക് ചെയ്തത് കേൾക്കണമോ? അതിരാവിലെ ഹാനോക്ക് എഴുന്നേറ്റു. ഭാര്യയോട് പറഞ്ഞില്ല, കുടുംബക്കാരോട് പറഞ്ഞില്ല. അതിരാവിലെ ഹാനോക്ക് എഴുന്നേറ്റു, ദൈവത്തോടു കൂടെ മടക്കാൻ തുടങ്ങി. ഈ പകൽ നിന്റെ വിഷയം പരിഹരിക്കപ്പെടണമെങ്കിൽ ഇന്ന് പകൽക്കാല ഈ റിവൈവൽ സെന്ററിന് കഴിയില്ല. ഇന്ന് പകൽ നിന്റെ വിഷയം പരിഹരിക്കുക സബിൻ ബാസുക്ക് കഴിയില്ല. നിന്റെ വിഷയം പരിഹരിക്കുക ഒരേ ഒരു വ്യക്തിക്ക് കഴിയൂ, അത് നാം ആരാധിക്കുന്ന ദൈവത്തിനാണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ എത്ര വലിയ വിഷയമാണേലും പരിഹരിക്കണമെങ്കിൽ ദൈവത്തോട് കൂടെ നടന്നേ പറ്റൂ. ഇന്ന് പകൽ ആരുടെയും മുഖത്ത് നോക്കണ്ട, ആരും നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് നോക്കണ്ട. ഇന്ന് പകൽ ശാന്തമായിരിക്കുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട് ദൈവത്തോട് പറയണം, എൻ്റെ വിഷയത്തിൻ്റെ കനം വലിപ്പമേറിയതാണ്, പക്ഷെ ദൈവമേ എനിക്കറിയാം ഞാൻ നിന്നോട് കൂടെ നടന്ന എൻ്റെ വിഷയത്തിന് പരിഹാരം ഉറപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, ഒരു കുഞ്ഞിൻ്റെ മരണ വാർത്ത കേട്ടപ്പോ അപ്പൻ കുഞ്ഞു മരിക്കാതിരിക്കാൻ ചെയ്തതാ, ദൈവത്തോട് കൂടെ നടക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം കൂടാരത്തുനിന്ന് മരണം മാറണോ? കൂടാരത്തുനിന്ന് ശാപം മാറണോ? കൂടാരത്തുനിന്ന് അനർത്ഥം മാറണോ? നിന്റെ ജീവിതത്തിനകത്ത് ദൈവം പറഞ്ഞ വാഗ്ദത്തം വെളിപ്പെടണോ? ദൈവത്തോട് കൂടെ നടക്കണം. ഒന്ന് ഹാനോക്കിനോട് ചോദിച്ചേ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നത് 1ഉം 2ഉം അല്ല പ്രിയരെ, 300 സംവത്സരം ദൈവത്തോടു കൂടെ. അമ്മേ, എൻ്റെ പ്രസംഗ ഭാഷയിൽ പറഞ്ഞാൽ അതിരാവിലെ ദൈവത്തോടു കൂടെ യാത്ര തിരിക്കുക ഹാനോക്ക്. ഒറ്റ പ്രാർത്ഥനാ വിഷയം, ഒറ്റ പ്രാർത്ഥനാ വിഷയം. നമ്മളാണെങ്കിൽ ഓരോ ഞായറാഴ്ച വരുമ്പോഴും ഓരോ പ്രാർത്ഥനാ വിഷയം. ഞാൻ എവിടെ പ്രാർത്ഥിക്കാമേ പ്രസംഗിക്കാൻ പോയാലും പറയുന്ന ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന ലിസ്റ്റുമായിട്ടല്ലല്ലോ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക്. ആമേ, നമ്മളൊക്കെ മറക്കും. നമ്മളെയൊക്കെ ഡയറി ആമേ പുസ്തകമോ വേദപുസ്തകമൊക്കെ ലിസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞു. തെറ്റെന്നല്ല, പ്രാർത്ഥിക്കുന്നത് തെറ്റെന്നല്ല. പക്ഷെ ഇവിടെ ഒരു ദൈവ മനുഷ്യൻ 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നത് ഒറ്റ
വിഷയം, അവൻ മടുത്തില്ല. അവൻ മടുത്തു പോകാത്തതിൻ്റെ കാരണം അവൻ്റെ കുഞ്ഞു മരിച്ചു പോകുമെന്ന് ദൂത. ഈ പകൽക്കാലം ദൈവത്തോട് ആഴമായി പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടോ? ഡീപ്പായിട്ട് ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടോ? പരിഹാരം വേണോ? ഒന്നും വേണ്ട, ദൈവത്തോട് കൂടെ നടന്നോ. ആരും കൈവയ്ക്കണ്ട, ആരും തോളിത്തട്ടി ദൂത് പറയണ്ട. ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടന്നാൽ ആരും നിന്റെ വിഷയത്തിനകത്ത് ഇടപെടണ്ട. ദൈവം ആ വിഷയത്തിന് പരിഹാരം തരും. വചനം പറയുന്നു, ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് ഒറ്റ വിഷയം പ്രാർത്ഥിച്ചേ. അവൻ്റെ വിഷയമാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഹാനോക്ക് പ്രാർത്ഥിച്ചത് എന്തെന്നറിയാമോ? എൻ്റെ കുഞ്ഞു മരിച്ചു പോകുമെന്ന് ദൈവം ദൂത് പറഞ്ഞു. ഹാനോക്ക് പ്രാർത്ഥിച്ചത്, കർത്താവേ, ഞാൻ അങ്ങയുടെ കൂടെ നടക്കാം, എൻ്റെ കൂടാരത്തിലൊരു മരണം വെളിപ്പെടല്ലേ. ഞാൻ അങ്ങയുടെ കൂടെ നടക്കാം, എൻ്റെ കുഞ്ഞു മരിച്ചു പോകരുതേ, എൻ്റെ കൂടാരത്തിനകത്തൊരു മരണവാർത്ത ഉയരരുതേ. ഈ പകൽക്കാലം തൻ്റെ ഇടമുണ്ടോ? ദൈവത്തോട് കൂടെ നടക്ക. ഉലകത്തിൽ ആർക്കു വേണ്ടി പ്രവർത്തിക്കാത്തതുപോലെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അർഹതയില്ലാത്ത ഭാവി വേണോ? അർഹതയില്ലാത്ത ഉയർച്ച വേണോ? എല്ലാവരും ജീവിക്കുന്നത് പോലെ, എല്ലാവരും പോകുക പോലെ ഒരു ജീവിതം ജീവിച്ചു തീർത്താൽ മതിയോ? അതെ, ദൈവം വച്ചിരിക്കുന്ന അവർണ്ണനീയമായ ഉയർച്ച വേണോ? ഒരേ ഒരു കാര്യം, ദൈവത്തോട് കൂടെ നടക്കണം. ഹാനോക്ക് 300 സംവത്സരം ഒറ്റ പ്രാർത്ഥന, എൻ്റെ കുഞ്ഞു മരിക്കരുതപ്പ, എൻ്റെ കുഞ്ഞു മരിക്കരുത്, എൻ്റെ കൂടാരത്തിൽ മരണം കാണരുത്. പ്രിയരെ, വചനം പറയുന്നു, 300 സംവത്സരം ഒരേ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിനെ 300 വർഷം തികഞ്ഞപ്പോൾ, എൻ്റെ പ്രസംഗഭാഷ പറയാം, 300 വർഷം തികഞ്ഞപ്പോൾ, 365 വയസ്സ് ഹാനോക്കിന് തികഞ്ഞപ്പോ ദൈവം സാക്ഷാ ഉടയവൻ ഹാനോക്കിന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് ഹാനോക്കിനോട് പറഞ്ഞു, ഹാനോക്കേ, നീ പ്രാർത്ഥിച്ചത്, നീ വിശ്വസിച്ചത് നിന്റെ കുഞ്ഞ് മരിക്കത്തില്ലെന്നല്ലേ? പക്ഷെ നിന്റെ കുഞ്ഞ് മരിക്കുമെന്ന് ദൂത് പറഞ്ഞത് ഞാനാടാ. എന്തുവാ? നിന്റെ കൂടാരത്തിൽ നിന്റെ കുഞ്ഞു മരിക്കുമെന്ന് പറഞ്ഞത് ഞാനാ. ഞാൻ വാക്കു പറഞ്ഞാൽ മാറുന്നവനല്ല. എൻ്റെ വാക്കു ഊവ് ഊ എന്നും ഇല്ല ഇല്ല എന്നുമാണ്. ഞാൻ നിന്റെ കുഞ്ഞു മരിക്കുമെന്ന് ദൂത് പറഞ്ഞത് ഞാനാണെങ്കിൽ അവന്റെ മരണത്തെ എനിക്ക് മാറ്റാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞതാ നിന്റെ കുഞ്ഞു മരിക്കുമെന്ന്. പക്ഷെ എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയും. നിന്റെ കുഞ്ഞ് മരിക്കരുതെന്നല്ലേ നീ പ്രാർത്ഥിച്ചത്? അവൻ മരിക്കാതെ അവന്റെ ആയുസ്സിനെ എനിക്ക് ദീർഘമാക്കി കഴിയാൻ കഴിയും. അർത്ഥമെന്ത്? അബ്രഹാമിന് കൊടുക്കാത്തത്, ആദാമിന് കൊടുക്കാത്തത്, ഉലകത്തിൽ ഇന്ന് വരെ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തികൾക്കും കൊടുക്കാത്ത ദീർഘായുസ് നിന്റെ മകനായ മെതുശലേഖിന് ഞാൻ കൊടുക്കാം. ഒരപ്പൻ 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ കുഞ്ഞിൻ്റെ മരണം മാറ്റാൻ കഴിയില്ല. പക്ഷേ ഉലകത്തിലാരെക്കാളും ഏറ്റവും വലിയ ദീർഘായുസ് നിന്റെ കുഞ്ഞിന് കൊടുക്ക. ഈ പകൽക്കാല തിരിച്ചറിയുന്നവർ കരമുയർത്തിയോ കരമടിച്ചോ എൻ്റെ ദൈവത്തെ ആരാധിച്ചു തുടങ്ങണം. ആദാമിന് കൊടുക്കാത്തത് ദൈവത്തിൻ്റെ സ്നേഹിതനായ അബ്രഹാമിന് കൊടുക്കാത്തത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദിന് കൊടുക്കാത്ത ദൈവത്തിന്റെ വിഗ്രഹത്തിലെ വിശ്വസ്തനായ മോശയ്ക്ക് കൊടുക്കാത്ത ദീർഘായുസ്സും നിന്റെ തലമുറയ്ക്ക്.
നീ ആരാധിക്കുന്ന ദൈവം ഏതോ ആമേ കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത ഏതോ വിഗ്രഹമല്ല. നീ ആരാധിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. ഒരിടത്ത് വച്ചോ ആമേ മറ്റടുത്ത് നടന്നു വരാൻ കഴിയാത്ത ഏതോ ഒരു വിഗ്രഹത്തെ അല്ല നീ ആരാധിക്കുന്നത്. ആരാധിക്കുന്ന ദൈവത്തിന്റെ വലിപ്പം കേട്ടോണം, വലിപ്പം തിരിച്ചറിഞ്ഞോണം. ഏതോ മരത്തെയല്ല നീ സേവിക്കുന്നത്, ഏതോ ഭീതിപ്പെടുത്തുന്ന ശക്തിയല്ല നീ ആരാധിക്കുന്നത്, ഏതോ കഥനാവടിയോ മെഴുകുതിരിയോ കത്തിച്ചോ ഭീതിപ്പെടുത്തുന്ന ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. നീ ആരാധിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. 300 സംവത്സരം ഒരപ്പൻ ദൈവത്തോട് കൂടെ നടന്നപ്പോ അപ്പന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് പറയുക, ഹാനോക്കേ എന്റെ കുഞ്ഞു മരിക്കും. അത് ഞാൻ പറഞ്ഞതാ, പക്ഷെ അവന്റെ മരണത്തെ ദീർഘമാക്കാൻ എനിക്ക് കഴിയും. ഈ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ നിങ്ങൾ പഠിച്ചോ. ഈ ഭൂമിയിൽ 21-ാം നൂറ്റാണ്ടിലും ജീവിച്ചിരിക്കുന്നവരുടെ ചരിത്രം നിങ്ങൾ നോക്കിക്കോ. വചനം പറയുന്നു, ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ ദീർഘായുസ് മെതുശലേഖിനാണ്. ആർക്ക്? മെതുശലേഖിന്. എത്ര വർഷം? 969 വർഷം. സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, നമുക്ക് താങ്ങില്ല. ഇന്ത്യയിൽ കഴിഞ്ഞ ആഴ്ച ആയുർദൈർഘ്യം വന്നു 45. പരമാവധി ഗവൺമെന്റ് പറയുന്നേ. ഒരപ്പൻ ദൈവത്തോടുകൂടെ ചുമ്മാ നടന്നതല്ല, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഒരപ്പൻ 300 വർഷം സർവശക്തനായ യാഗ്വേയായ എലോഹിമായ എൽ ശദായിയായ ദൈവത്തോടുകൂടെ 300 വർഷം നടന്നപ്പോ അവന്റെ തലമുറയ്ക്ക് ദൈവം കൊടുത്ത ആയുസ് 969 സംവത്സരം. ഹാനോക്കിനോട് പറഞ്ഞു, ഹാനോക്കേ 969 സംവത്സരം ഞാൻ നിന്റെ മകന് ദീർഘായുസ് കൊടുക്കാം. അവൻ മരിക്കുമെന്ന് പറഞ്ഞത് ഞാനാ, പക്ഷെ 300 സംവത്സരം എന്റെ കൂടെ നടന്നത് നീയല്ലേ. നീ ചോദിച്ച ദീർഘായുസ് ഞാൻ അവന് കൊടുക്കാം, പക്ഷെ നീ മരണം കാണരുതെന്നല്ലേ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് നിനക്ക് മരണമില്ലാതെ ഞാൻ അങ്ങ് കൊണ്ടുപോകുക. ഈ വേദപുസ്തകത്തിനകത്ത് മരണം കാണാതെ എടുക്കപ്പെട്ട, മരണം കാണാതെ ദൈവം കൊണ്ടുപോയ വചനം പറയുന്നു, മോശയെ ദൈവം അടക്കി. ഹല്ലേലൂയ. അബ്രഹാം പിതാക്കന്മാരോടുകൂടെ നിദ്ര പ്രാപിച്ചു. യാക്കോബിന്റെ അസ്ഥി ആമേൻ അവർ തിരിച്ചു വന്നപ്പോൾ കനാനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ആമേ വചനം പറയുന്നു, ഇസ്ഹാക്കിനെ പിതാക്കന്മാരോടുകൂടെ അടക്കി, യാക്കോബിനെ പിതാക്കന്മാരോടുകൂടെ അടക്കി, യോസേഫിന്റെ അസ്ഥി അവർ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ മരണം കാണാതെ കയറിപ്പോയ ഒരുവനേ ഉള്ളൂ, അത് ഹാനോക്ക. ആദ്യമായി മരണം കാണാതെ ദൈവം കൊണ്ടുപോയ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ഹാനോക്ക. ഇന്ന് പകൽ ഹാനോക്ക് ചോദിച്ചത് കുഞ്ഞു മരിക്കരുതെന്ന. പക്ഷെ എൻ്റെ ദൈവം പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ ദീർഘായുസ് നിന്റെ കുഞ്ഞിന്. മരണം കാണാതെ ഞാൻ നിന്നെ അങ്ങ് കൊണ്ടുപോകുക. നീ ദൈവത്തിന് വേണ്ടി ജീവിച്ച ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഒരു ദൂത് കൈമാറാ. എൻ്റെ ദൈവം നിനക്ക് മറുപടി തരുന്നത് ചോദിച്ചതല്ല, ചോദിച്ചതിലും നിരച്ചതിലും അത്യന്തം പരമായി ആമേ മറുപടി തരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ നാം ആരാധിക്കുന്നത്. എനിക്ക് നിന്ന് ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒറ്റ വാക്കി പറഞ്ഞു പോക, ഒരപ്പൻ ദൈവത്തോടു കൂടെ കടന്നപ്പോ കുഞ്ഞിൻ്റെ ദീർഘായുസ് 969. അപ്പന് മരണമില്ല, അങ്ങ് കൊണ്ടുപോയി. നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ വലിപ്പം എത്ര വലുതാ. എൻ്റെ മുമ്പിൽ സമയമില്ല, ഒറ്റ പദം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ആരാധിക്കാൻ പോവാ. പ്രിയരെ, വചനം പറയുന്നു, നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു.
ആ കാലഘട്ടം സംഭവിക്കാൻ പോകുന്ന ജലപ്രളയത്തെ പറ്റി നോഹയ്ക്ക് ദൈവത്തിൻ്റെ വെളിപ്പാട്, ദൈവത്തിൻ്റെ പ്രവചനം ലഭിച്ചു. എന്തോ ആയിക്കോട്ടെ, പക്ഷെ ആത്മാവിൽ ഞാൻ പറയട്ടെ, ആദ്യം ജലപ്രളയത്തെ പറ്റി ദൂത് ലഭിച്ചത് നോഹയ്ക്കല്ല. ചരിത്രകാരന്മാർ, വേദപഠിതാക്കൾ പറയുന്നത് 65 വയസ്സിൽ മെതുശലേക്ക് ജനിച്ച അന്ന് രാത്രി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന്, ദൈവം ഇറങ്ങി വന്ന് ഹാനോക്കിനോട് പറഞ്ഞു, ഹാനോക്കേ, ഈ കുഞ്ഞു വ്യത്യസ്തനാണ്. ഇവൻ മരിക്കുമ്പോൾ ഈ ഭൂമിയിൽ എന്തോ വലുത് സംഭവിക്കും. ഇവൻ മരിക്കുമ്പോൾ ഈ ഭൂമിയിൽ എന്തോ വലുത് സംഭവിക്കും. ജലപ്രളയത്തെപ്പറ്റി ആദ്യത്തെ വെളിപ്പാട് ലഭിച്ചത് ഹാനോക്ക്. അതുകൊണ്ട് ഒന്നും നോക്കാതെ പിറ്റേ ദിവസം രാവിലെ തൊട്ട് ദൈവത്തോട് കൂടെ വല്ല പരിപാടി നടക്കണമെങ്കിൽ ദൈവം വിചാരിച്ചാലേ നടക്കൂ. ഹാനോക്ക് എത്രത്തോളം ദൈവത്തോട് കൂടെ നടന്നോ അത്രത്തോളം ന്യായവിധി നീണ്ടുപോയി. ഈ പകൽക്കാലം മനസ്സിലാകുന്നുണ്ടോ? നീ എത്രത്തോളം ദൈവത്തോട് അടുക്കോ നിന്റെ കൂടാരത്തിനകത്തുള്ള അനർത്ഥങ്ങൾ നീണ്ടുപോകും. അനർത്ഥങ്ങൾ വഴിമാറും. നിന്റെ തലമുറയെ തകർക്കാനുള്ള പദ്ധതികൾ വഴിമാറും. നിന്റെ സഭയെ തകർത്തു കളയാനുള്ള പദ്ധതികൾ വഴിമാറും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, try to walk with God. ദൈവത്തോട് കൂടെ നടക്കാൻ ശീലിക്കുക. അനർത്ഥം മാറണോ, ശാപം മാറണോ, തകരാതിരിക്കണോ, ദൈവത്തോട് കൂടെ നടക്കുക. ജലപ്രളയത്തെ പറ്റി ആദ്യത്തെ വെളിപ്പാട് കിട്ടിയത് ഹാനോക്കിനാ. സമയം തീർന്നു. ഒറ്റ പദം കൂടെ ഞാൻ പറയാം. നോഹയ്ക്ക് എന്തെന്നറിയാമോ ഇത്ര ധൈര്യം? മഴ പെയ്യുമെന്ന് പറഞ്ഞപ്പോഴേ നോഹയ്ക്ക് ഇത്ര ധൈര്യം എന്തെന്നറിയാമോ? ഒരുവൻ കട്ടിലി കിടപ്പുണ്ട്. വലിയപ്പച്ചനായ മെതുശലേക്ക് മരിക്കുമ്പോൾ മഴ പെയ്യുമെന്ന് ഹാനോക്കപ്പച്ചന് പണ്ട് ദൂത് കിട്ടിയതാ. മെതുശലേക്ക് മരിക്കുന്നത് വരെ മഴ എന്ന് പറഞ്ഞ ജലപ്രളയത്തെ തടുത്തു നിർത്തിയത് ഒരു മെതുശലേഖായിരുന്നു. ഞാനിങ്ങനെ പറയാം, കമൻട്രികൾ അങ്ങനെ പറയുന്നു. മെതുശലേക്ക് മരിച്ച അന്ന് രാത്രി ഭൂമിയുടെ അഹോഭാഗങ്ങൾ തുറന്നു, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു, മഴ ഭൂമിയെ നിറയാൻ തുടങ്ങി, വെള്ളം പൊങ്ങാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ഒറ്റ സബ്ജക്റ്റിൽ കൊണ്ട് ഞാൻ നിർത്തട്ടെ. പഴയ നിയമത്തിൽ ഒരു മെതുശലേക്ക് ന്യായവിധിയെ തടഞ്ഞെങ്കിൽ പുതുനിയമത്തിൽ കൃപയുടെ പെട്ടകത്തിന്റെ വാതിൽ അടയാതിരിപ്പാൻ, ന്യായവിധി വെളിപ്പെടാതിരിക്കുക, പുതുനിയമത്തിൽ ഒരു മെതുശലേഖുണ്ട്. അവനാണ് മധ്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ മടങ്ങി വരവ് തടുക്കുകയാണ്. ദൈവിക ന്യായവിധി തടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് കയറി പോകുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, വിണ്ണിലെ കാഹളത്തോടുകൂടെ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെട്ട് മധ്യവാനത്തിലേക്ക് പറന്നുയരുകയും ചെയ്യും. ഇനി ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം കർത്താവിന്റെ മടങ്ങി വരവാണ്, കർത്താവിന്റെ വരവാണ്. ആ വരവ് തടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എന്തിനാ തടുക്കുന്നത്? ഹാനോക്കിനെ പോലെ ചിലർ കൂടെ ദൈവത്തോട് കൂടെ നടക്കാം, ചിലർ കൂടെ സ്നാനപ്പെടാം, ചിലർ കൂടെ മാനസാന്തരപ്പെടാം, ചിലർ കൂടെ ദൈവകൃപയിൽ നിൽക്കാം, ചിലർ കൂടെ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ദൈവത്തെ അറിയാം. എല്ലാ കണ്ണും ദൈവസ്ഥലോടായിട്ട് ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം.